ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. മംഗളവാർത്ത 4-ാം ഞായർ. മത്തായിയുടെ സുവിശേഷം 1-ാമത്തെ അധ്യായം 18 മുതൽ 24 വരെയുള്ള തിരുവചനങ്ങൾ. അതിൽ 22-ാമത്തെ തിരുവചനം ഇങ്ങനെയാണ്: കർത്താവ് പ്രവാചകൻ മുഖേന അരുളി ചെയ്തത് നിവൃത്തിയാകാൻ ഇതെല്ലാം സംഭവിച്ചു. പ്രവാചകൻ പറയുന്നു, ഇതാ കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള എമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടും. ഇതാണ് മത്തായിയുടെ സുവിശേഷം 1-ാമത്തെ അധ്യായം 22-23 വാക്യങ്ങൾ. കർത്താവ് പ്രവാചകൻ മുഖേന അരുളി ചെയ്തത് നിവൃത്തിയാകാൻ. ഏത് പ്രവാചകനാണ് എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. യെശയ്യാ പ്രവാചകൻ 7-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യം. കർത്താവ് തന്നെ നിങ്ങൾക്ക് അടയാളം തരും. വിവാഹപ്രായമെത്തിയ യുവതി ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. ഹീബ്രു ഭാഷയിൽ ഇമ്മാനുവേൽ എന്നാണ്, ഗ്രീക്കിൽ എമ്മാനുവേൽ എന്നാണ്. എമ്മാനുവേൽ. അപ്പോൾ മത്തായിയുടെ സുവിശേഷത്തിൽ എമ്മാനുവേൽ എന്നാണ് ഗ്രീക്കിലെ കിടക്കണേ. ഹീബ്രുവിൽ, യെശയ്യായുടെ ടെക്സ്റ്റ് ഹീബ്രുവിലാണെങ്കിൽ ഇമ്മാനുവേൽ എന്നാണ്. അർത്ഥമൊക്കെ ഒന്ന് തന്നെ. ഈ നമ്മൾ യെശയ്യായുടെ പാഠം കേട്ടപ്പോൾ നിങ്ങൾക്കൊരു സംശയം വന്നു കാണും. അവിടെ കന്യക എന്ന വാക്കില്ലല്ലോ, വിവാഹപ്രായമായ യുവതി എന്നേ ഉള്ളൂ. അപ്പോൾ പിന്നെ എവിടെ നിന്നാണ് മത്തായി കന്യക എന്ന് എഴുതിയത്? അത് മത്തായി കണ്ടുപിടിച്ചതാണോ? മത്തായി മാറ്റി എഴുതിയതാണോ? അല്ലെങ്കിൽ മത്തായി ഏത് പ്രവചനത്തിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്? ഇപ്പം നിങ്ങളുടെ കയ്യിൽ പഴയ നിയമമുണ്ട്, പുതിയ നിയമമുണ്ട്. യെശയ്യായുടെ ഗ്രന്ഥം കിടക്കുന്ന പഴയ നിയമത്തിലാണ്. നിങ്ങളിപ്പോൾ POC ബൈബിൾ എടുത്ത് നോക്കിയാൽ അവിടെ യെശയ്യാ പ്രവാചകന്റെ ഗ്രന്ഥം 7:14 നോക്കിയാൽ കന്യക എന്ന വാക്ക് അവിടെ കാണില്ല. അവിടെ യുവതി എന്നേ ഉള്ളൂ. ഞാൻ വിവാഹപ്രായമായ യുവതി എന്നാണ് അതിനെ തർജ്ജമ ചെയ്യുന്നത്. അപ്പോൾ വീണ്ടും ചോദ്യം, എന്താണ് ഈ ഒറിജിനൽ പ്രവചനം? യെശയ്യാ പറഞ്ഞ പ്രവചനം എന്താണ്? അവിടെ യുവതി എന്നുള്ളത് മത്തായി എങ്ങനെ കന്യക എന്ന് എഴുതി? ഇതിനുള്ള കാരണം എന്ത്? അപ്പോൾ ഈ നമ്മൾ സീരിയസ് ആയ കാര്യങ്ങളാണ് പഠിക്കുന്നത്. അപ്പോൾ ചിലതൊക്കെ ഞാൻ ആവർത്തിക്കും. പിന്നെ നിങ്ങളിത് കേൾക്കുമ്പോൾ, ഈ വീഡിയോ കേൾക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഈ വിശുദ്ധ നാടിൻ്റെയും ചുറ്റുവട്ടത്തുള്ള രാജ്യങ്ങളുടെയും മാപ്പ് ഒന്ന് കയ്യിൽ വെച്ചിട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ പറയുന്ന രാജ്യങ്ങളൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. ഒരു 4 രാജ്യങ്ങളുടെ കഥ ഇതിനകത്ത് വരുന്നുണ്ട്. ആ രാജ്യങ്ങളൊക്കെ ഞാൻ പറയാം. അപ്പോൾ ഒരു മാപ്പ് നിങ്ങൾ മേശപ്പുറത്ത് വെക്കുക, ബൈബിൾ തുറന്ന് വെക്കുക, എന്നിട്ട് വീഡിയോ കേൾക്കുക. പേനും പെൻസിലും ഒക്കെ ഉണ്ടാകണം. അപ്പോഴാണ് പറയുന്ന കാര്യങ്ങളൊന്ന് കുറിച്ച് വെച്ചാൽ എളുപ്പമുണ്ട്. പിന്നെ ഇതെല്ലാം ചെയ്യുന്നതിന് മുൻപ് ചെയ്യേണ്ട ഒരു കാര്യം, യെശയ്യായുടെ ഗ്രന്ഥത്തിലെ 7-ാമത്തെ അധ്യായം ഒന്ന് വായിക്കുക. അപ്പം ഞാൻ പറയുന്ന വാക്കുകളൊന്നും തന്നെ നിങ്ങൾക്ക് അപരിചിതമായിട്ടോ വൈദേശികമായിട്ടോ തോന്നില്ല. മത്തായിയുടെ സുവിശേഷത്തിലെ ടെക്സ്റ്റ് വായിക്കണം, യെശയ്യായുടെ ഗ്രന്ഥം 7-ാമത്തെ അധ്യായം മുഴുവൻ വായിക്കണം. അപ്പം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ മിക്കവാറും എല്ലാ സംഗതി അവിടെയുണ്ട്. അതിൻ്റെ ഒരു വ്യാഖ്യാനം മാത്രമേ ഞാൻ നൽകുന്നുള്ളൂ. ഞാൻ ഒന്നും തന്നെ ഉണ്ടാക്കി പറയല്ല. അവിടെയുള്ള സംഗതികൾ, ചില വാക്കുകൾ നമുക്ക് മനസ്സിലാകാത്തത് മനസ്സിലാക്കാനുള്ള ശ്രമം മാത്രമാണ്. അപ്പോൾ ഇത് നിങ്ങൾ 2, 3, 4 പ്രാവശ്യം കേൾക്കണം. മാത്രമല്ല, ഒരു പള്ളിപ്രസംഗത്തിൽ 7 മിനിറ്റ് 8 മിനിറ്റ് പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അത്രയൊന്നും എല്ലാ അച്ഛന്മാർക്കും പറയാൻ പറ്റണമെന്നില്ല. അപ്പോൾ ഇത് നിങ്ങൾ ഗഹനമായി പഠിച്ച് നമ്മുടെ കരിസ്മാറ്റിക് ഗ്രൂപ്പുകളിലും മറ്റ് ഗ്രൂപ്പുകളിലും, സിസ്റ്റേഴ്സ് ആണെങ്കിൽ കോൺവെന്റുകളിലും ഒക്കെ ഒന്ന് ഒരുമിച്ചിരുന്ന് കേട്ട് ചർച്ച ചെയ്ത് അങ്ങനെ ഈ യേശുവിൻ്റെ രഹസ്യത്തിലേക്ക് കുറച്ചുകൂടി അടുത്തു വരാൻ, അവനെ കുറച്ചുകൂടി മനസ്സിലാക്കാൻ, ഈ യേശുവിനോടുള്ള സ്നേഹം, അവൻ്റെ വചനത്തോടുള്ള സ്നേഹവും ആ വചനം മനസ്സിലാക്കാനുള്ള വ്യാഖ്യാനത്തോടുള്ള സ്നേഹവുമായിട്ട് രൂപാന്തരപ്പെട്ടാൽ ഈ ക്രിസ്മസിന് അത് ഗംഭീരമായ ഒരുക്കമായിരിക്കും. യെശയ്യായുടെ പാഠത്തിൽ യുവതി എന്നാണ് നമ്മൾ ഇന്ന് കണ്ടു കഴിഞ്ഞു. അതിനുള്ള ഹീബ്രു വാക്ക് യുവതി എന്ന് നമ്മൾ തർജ്ജമ ചെയ്യുന്ന ഹീബ്രു വാക്ക് അൽമ എന്നാണ്. അൽമ, ALMAH, അൽമ. യുവതി, വിവാഹപ്രായമെത്തിയ യുവതി, അമ്മയാകാൻ പ്രായമായവൾ, കുമാരി, തരുണി, അവിവാഹിത എന്നീ അർത്ഥങ്ങളിൽ 9 പ്രാവശ്യം പഴയ നിയമത്തിൽ ഈ നാമപദം ഉപയോഗിച്ചിട്ടുണ്ട്. പ്രേമം, പ്രണയം തുടങ്ങിയ വികാരങ്ങളുടെ തള്ളിച്ച അനുഭവപ്പെടുന്ന പ്രായം, അതാണ് ഈ അൽമ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രേമം, പ്രണയമൊക്കെ തോന്നുക, അതിൻ്റെ ഒരു തള്ളിച്ച അനുഭവപ്പെടുക, അത് ശരീരത്തിലും അതൊക്കെ പ്രതിഫലിക്കുക, അങ്ങനെയുള്ള ആ ഒരു അവസ്ഥയ്ക്കാണ്
അൽമ, അങ്ങനെയുള്ള ഒരു പെൺകുട്ടിയെ സൂചിപ്പിക്കുന്ന വാക്കാണ് അൽമ. സുഭാഷിതം 30:19, ഉത്തമഗീതം 1:3 അവിടെയൊക്കെ നമുക്കിത് കാണാം. ഹീബ്രു ഭാഷയിൽ കന്യക എന്ന് ക്ലിപ്താർത്ഥമുള്ള വാക്കുണ്ട്. ബത്തൂല എന്നാണ് വാക്ക്. ബത്തൂല, BETULAH, ബത്തൂല. ഒരിക്കലും പുരുഷനുമായി ബന്ധപ്പെട്ടിട്ടില്ലാത്ത പെൺകുട്ടിയാണ് ബത്തൂല എന്ന് പറയുന്നത്. അതേസമയം അൽമ എന്ന വാക്കും കന്യകയെ ഉദ്ദേശിച്ച് പറയാറുണ്ട്. കാരണം വിവാഹത്തിന് മുമ്പ് യുവതി കന്യകയായിരിക്കണമെന്ന് ഇസ്രായേലിൽ കണിശമായ നിയമവും ചട്ടവും ഉണ്ട്. വിവാഹത്തിന് മുമ്പ് ഒരു കാരണവശാലും യുവതി ഒരു പുരുഷനുമായിട്ട് ലൈംഗികമായിട്ട് ബന്ധപ്പെടാൻ പാടില്ല. അപ്പോൾ വിവാഹപ്രായമെത്തിയ യുവതി പൊതുവെ കന്യകയായിരിക്കും. അതുകൊണ്ട് അൽമ എന്ന വാക്ക് കന്യക എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതിനാൽ ബത്തുല എന്ന വാക്കിന്റെയും അൽമ, ബത്തുല വെച്ചാൽ കന്യക, ബത്തുല കന്യക എന്ന അർത്ഥമുള്ള ബത്തുല എന്ന വാക്കിന്റെയും അൽമ യുവതി എന്ന അർത്ഥമുള്ള അൽമ എന്ന വാക്കിന്റെയും ധ്വനി പരസ്പരം കവിഞ്ഞു കിടക്കുകയാണ്. ബത്തുല എന്ന് പറഞ്ഞാൽ തീർത്തും കന്യക, ഒരു പുരുഷനുമായും ബന്ധപ്പെട്ടിട്ടില്ലാത്ത പെൺകുട്ടി. അൽമ എന്ന് പറഞ്ഞാൽ വിവാഹപ്രായമെത്തിയ പെൺകുട്ടി. അവളും സാധാരണഗതിയിൽ ഒരു പുരുഷനുമായിട്ട് ബന്ധത്തിൽ ഏർപ്പെട്ട ആളല്ല. സവിശേഷമായി ഇസ്രായേലിൽ അങ്ങനെ ബന്ധപ്പെട്ടാൽ അത് വലിയ പാപമാണ്, വധശിക്ഷ കിട്ടാവുന്ന പാപം. പാപം മാത്രമല്ല, അത് സമൂഹത്തിൽ ഒട്ടും ടോളറേറ്റ് ചെയ്തിരുന്നില്ല. നമ്മുടെ നാട്ടിൽ അങ്ങനെ തന്നെയാണ്, നല്ല പാരമ്പര്യമുണ്ട്. ഈ വിവാഹത്തിന് മുമ്പ് സ്ത്രീയും പുരുഷനും തമ്മിൽ ബന്ധപ്പെടുന്നത് അത് മോശം തന്നെയാണ്. കാരണം വിവാഹ ദിവസം പുരുഷനാണെങ്കിലും സ്ത്രീക്കാണെങ്കിലും പരസ്പരം സമർപ്പിക്കാനുള്ളത് കളങ്കപ്പെടാത്ത ശരീരം തന്നെയാണ്. കളങ്കപ്പെടാത്ത ആത്മാവും കളങ്കപ്പെടാത്ത മനസ്സും കളങ്കപ്പെടാത്ത ശരീരവും, ഇത് മൂന്ന് ഒരുമിച്ച് അതാണ് സമർപ്പിക്കാനുള്ളൂ. അത് കണ്ടവർക്കെല്ലാം കാഴ്ച വെച്ച് കൊടുത്തിട്ട് ഏറ്റവും അവസാനം ഒരു പുരുഷന്റെ കൂടെ പോകാം, ഒരു പെണ്ണിന്റെ കൂടെ കിടക്കാം എന്നൊക്കെ പറഞ്ഞാൽ അതിനകത്തൊരു വിലയില്ലായ്മയുണ്ട്. ഈ പറഞ്ഞ വിവാഹ ജീവിതത്തിനും കുടുംബജീവിതത്തിനും അർത്ഥം അതിൻ്റെ ഒരു മൃഗങ്ങളെപ്പോലെയായിട്ട് അധിപതിക്കുന്ന ഒരവസ്ഥയുണ്ടാകും. അതിനാൽ ഇസ്രായേലി സമൂഹത്തിൽ വിവാഹപ്രായമെത്തിയ യുവതി അൽമ എന്ന് പറഞ്ഞാൽ അവള് സാധാരണഗതിയിൽ കന്യക എന്നാണ്. പക്ഷെ കന്യക എന്ന ക്ലിപ്താർത്ഥത്തിൽ വേറെ വാക്കുണ്ട്, ബത്തുല. അപ്പൊ ഇവിടെ യെശയ്യാ പ്രവാചകൻ ബത്തുല എന്നല്ല ഉപയോഗിച്ചത്, കന്യക എന്നല്ല ഉപയോഗിച്ചത്, യുവതി എന്നാണ്. ആ യുവതി കന്യകയായിരിക്കാം, പക്ഷെ നിർബന്ധമില്ല. ഇസഹാക്ക് വിവാഹം കഴിക്കാൻ പോകുന്ന സ്ത്രീയെ റെബേക്ക കന്യക എന്നും യുവതി എന്നും അർത്ഥവ്യത്യാസമില്ലാണ്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഉൽപ്പത്തി 24:16, ഉൽപ്പത്തി 24:43. അതായത് ഉൽപ്പത്തി 24:16 ബത്തുൽ എന്ന വാക്കും ഉൽപ്പത്തി 24:43 അൽമ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷെ രണ്ട് സ്ഥലത്തും ഉദ്ദേശിക്കുന്നത് കന്യകയായ യുവതി എന്നാണ്. ഒരു സ്ഥലത്ത് കന്യക എന്നും ഒരു സ്ഥലത്ത് യുവതി എന്നും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും അർത്ഥം കന്യകയായ യുവതി എന്നാണ്. അതായത് കന്യകയുടെയും യുവതിയുടെയും അർത്ഥം പരസ്പരം കവിഞ്ഞു കിടക്കുന്നു. അതിനാൽ കന്യക എന്ന വാക്കിൽ കന്യകാത്വം പ്രത്യക്ഷമായും യുവതി എന്ന വാക്കിൽ കന്യകാത്വം പരോക്ഷമായും സൂചിതമായിരിക്കുന്നു. അതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇക്കാരണത്താൽ ഈ ഹീബ്രു ബൈബിള്, യെശയ്യായുടെ ഗ്രന്ഥം അടക്കമുള്ള ഹീബ്രു ബൈബിള് BC 250-150 കാലയളവിൽ ഗ്രീക്കിലേക്ക് തർജ്ജമ ചെയ്തു. യഹൂദ പണ്ഡിതന്മാരാണ്, റബ്ബിമാരാണ് തർജ്ജമ ചെയ്തത് അലക്സാണ്ട്രിയയിൽ വെച്ച്. അതിനെയാണ് സെപ്തുജിന്ത് എന്ന് വിളിക്കുന്നത്. ഈ സെപ്തുജിന്ത് തയ്യാറാക്കിയ, ഗ്രീക്ക് ഭാഷയിലേക്ക് തയ്യാറാക്കിയ, പരിഭാഷപ്പെടുത്തിയ ആ റബ്ബിമാര് ഈ യുവതി എന്ന വാക്കിനെ, അൽമ എന്ന വാക്കിനെ ഗ്രീക്കിലേക്ക് മൊഴിമാറ്റം ചെയ്യുന്നെങ്കിൽ അവരുടെ മുമ്പിലുള്ള സാധ്യതകൾ എന്തായിരുന്നു? ഒന്ന്, ഈ അൽമ എന്നത് വിവാഹപ്രായമെത്തിയ യുവതിയാണല്ലോ. അത് ആ അർത്ഥത്തിലാണെങ്കിൽ വിവാഹപ്രായമെത്തിയ യുവതി, അതായത് കന്യക എന്ന അർത്ഥം പരോക്ഷമായിട്ടേ ഉള്ളുവെങ്കിൽ തർജ്ജമ ചെയ്യേണ്ടിയിരുന്നത് നയാനിസ് എന്നാണ്. നയാനിസ്. ഞാൻ ഒന്നുകൂടി പറയാം. അൽമ എന്ന വാക്കാണ് യെശയ്യാ പ്രവാചകൻ ഉപയോഗിച്ചത്. വിവാഹപ്രായമെത്തിയ യുവതി എന്നാണ് അതിനർത്ഥം. ആ വിവാഹപ്രായമെത്തിയ യുവതി സാധാരണഗതിയിൽ കന്യകയാണ്. അതങ്ങനെ തന്നെ ആക്ഷരികമായിട്ട് ഗ്രീക്കിലേക്ക് തർജ്ജമ ചെയ്യുകയാണെങ്കിൽ ഉപയോഗിക്കേണ്ട വാക്ക് നയാനിസ് എന്നാണ്. യുവതി എന്നർത്ഥം. ഗ്രീക്കിൽ യുവതി എന്ന അർത്ഥത്തിലുള്ള വാക്ക് നയാനിസ് എന്നാണ്. പക്ഷെ അവർ എഴുതിയത് ക്ലിപ്താർത്ഥത്തിൽ കന്യക എന്നർത്ഥമുള്ള പർത്തേനോസ് ആണ്. പർത്തേനോസ്. നയാനിസ് എന്ന വാക്ക് ഉണ്ടെങ്കിലും ഈ യഹൂദ റബ്ബിമാര്, ക്രിസ്ത്യാനികളല്ല, ക്രിസ്തു ജനിക്കുന്നതിന് 150 വർഷം മുമ്പുള്ളൊരു കഥയെ പറയണേ, കഥയല്ല സംഭവം. BC 250-150 ഇടയ്ക്ക്
ഹീബ്രു ബൈബിള് ഗ്രീക്കിലേക്ക് തർജ്ജമ ചെയ്ത യഹൂദ റബ്ബിമാര് നയാനിസ് എന്ന വാക്ക് ഉപയോഗിക്കുന്നതിന് പകരം, യുവതി എന്ന വാക്ക് ഉപയോഗിക്കുന്നതിന് പകരം കന്യക എന്നർത്ഥമുള്ള പർത്തേനോസ് എന്ന വാക്ക് ഉപയോഗിച്ചു. ഈ കാരണത്താൽ തന്നെ വിശുദ്ധ ജെറോം ലത്തീനില് വീർഗോ, കന്യക എന്നാണ് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. ജെറോം പരിഭാഷപ്പെടുത്തുന്നത് 4-ാം നൂറ്റാണ്ടിലാണ്, ക്രിസ്തുവർഷം 4-ാം നൂറ്റാണ്ടിൽ. അപ്പോൾ പഴയ നിയമത്തില് യുവതി എന്നാണെങ്കിലും, അതായത് ഹീബ്രുവില്, ഗ്രീക്ക് തർജ്ജമയില് യഹൂദന്മാരെ തന്നെ തർജ്ജമപ്പെടുത്തിയ പരിഭാഷപ്പെടുത്തിയ സെപ്തജിന്തില് കന്യക എന്ന് തർജ്ജമ ചെയ്തിട്ടുള്ളത് കൊണ്ട് ഈ ഹീബ്രു ബൈബിള് ലത്തീനിലേക്ക് തർജ്ജമ ചെയ്ത വിശുദ്ധ ജെറോം, ഹീബ്രു ബൈബിള് ലത്തീനിലേക്ക് തർജ്ജമ ചെയ്ത വിശുദ്ധ ജെറോം യുവതി എന്നല്ല എഴുതിയത്, കന്യക എന്നാണ് ലത്തീനിൽ. പക്ഷെ അത് മത്തായി സുവിശേഷമൊക്കെ എഴുതിയിട്ട് ഒരു 1400 കൊല്ലത്തോളം കഴിഞ്ഞിട്ടാണ്. പല ഇംഗ്ലീഷ് വിവർത്തനങ്ങളിലും കന്യക എന്നാണ്. കാരണം ഈ യുവതി കന്യക ആയിരിക്കും എന്നുള്ള സങ്കല്പത്തിലാണ്. അതിൽ തെറ്റ് പറയാൻ പറ്റില്ല. പക്ഷേ മത്തായി ആ അർത്ഥത്തിലല്ല, അതായത് ഹീബ്രു ബൈബിളിൽ നിന്നല്ല, ഗ്രീക്ക് സെപ്തുജിന്തിൽ നിന്നാണ് എടുത്തത്. അവിടെ കിടക്കുന്നത് കന്യക എന്നാണ്. ആ കന്യക എന്ന് എഴുതിയത് ക്രിസ്ത്യാനികളല്ല, യഹൂദ റബ്ബിമാരാണ്. അപ്പോൾ മത്തായി ഈ സൈറ്റേഷൻ എടുക്കുന്നത് ഹീബ്രു ബൈബിളിൽ നിന്നല്ല, ഗ്രീക്ക് ബൈബിളിൽ നിന്നാണ്. ഇവിടെ ഞാനൊരു അല്പം ഒന്ന് വഴിമാറി സഞ്ചരിക്കുകയാണ്. ഈ ഗ്രീക്ക് ബൈബിളാണ് ആദിമ നൂറ്റാണ്ടിൽ യഹൂദന്മാർ ഉപയോഗിച്ചിരുന്നത്. ആദിമസഭയുടെ ബൈബിൾ അതായിരുന്നു. യേശുവിൻ്റെയും മത്തായുടെയും പത്രോസിൻ്റെയും പൗലോസിൻ്റെയും തോമാസ് ലീഗയുടെ ഒക്കെ ബൈബിൾ അതായിരുന്നു. അതിൽ ഈ 39, ഇപ്പം നമ്മൾ പ്രൊട്ടക്ഷനുകാർ ഉപയോഗിക്കുന്ന 39 ഗ്രന്ഥങ്ങളല്ല, യഹൂദന്മാർ ഉപയോഗിക്കുന്ന 39 ഗ്രന്ഥങ്ങളല്ല, 46 ഗ്രന്ഥങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കത്തോലിക്ക സഭയിൽ 46 ഗ്രന്ഥങ്ങളുള്ളത്. ആദിമസഭയുടെ ബൈബിളാണ് കത്തോലിക്ക സഭ ഉപയോഗിക്കണേ. അതായത് യേശുവും പരിശുദ്ധ കന്യകാമറിയും പത്രോസും പൗലോസും തോമാസ് ലീഗായും മത്തായിയൊക്കെ ഉപയോഗിച്ച ബൈബിളാണ് കത്തോലിക്ക സഭ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ബൈബിളിൽ 46 ഗ്രന്ഥമുള്ളത്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, മാർട്ടിൻ ലൂതർ ഇത് തർജ്ജമ ചെയ്യാൻ, ജർമ്മൻ ഭാഷയിൽ തർജ്ജമ ചെയ്യാൻ സമയത്ത് ഈ 7 ഗ്രന്ഥങ്ങളെക്കുറിച്ച് സംശയം വരികയും അതൊക്കെ ഒരു സെപ്പറേറ്റ് ബ്ലോക്കായിട്ട് അപ്പോഴും ബൈബിളിൽ നിലനിർത്തി. അതെങ്കിലും ഡിലീറ്റ് ചെയ്തില്ല, റിമൂവ് ചെയ്തില്ല. 1827 ഇത് റിമൂവ് ചെയ്യാനായിട്ട് ബ്രിട്ടീഷ് ബൈബിൾ സൊസൈറ്റി തീരുമാനിച്ച് അങ്ങനെ റിമൂവ് ചെയ്യുന്നത്. അപ്പോൾ ആദിമ നൂറ്റാണ്ട് തൊട്ട് 1827 വരെ പ്രൊട്ടക്ഷനുകാരും കത്തോലിക്കരും ഒക്കെ ഉപയോഗിച്ചിരുന്ന ബൈബിളിൽ 46 ഗ്രന്ഥങ്ങളുണ്ട്. 1827 പ്രൊട്ടക്ഷനുകാരാണ് ഈ 7 ഗ്രന്ഥങ്ങൾ ഈ ബൈബിളിൽ നിന്നും റിമൂവ് ചെയ്തത്. അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. അവർ തിരിച്ച് ഈ കത്തോലിക്ക സഭയുടെ നിലപാടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അത് സന്തോഷമുള്ള കാര്യം. ഞാൻ വീണ്ടും വരികയാണ്. മത്തായി എടുത്തെഴുതിയത് ഈ യഹൂദ റബ്ബിമാര് തയ്യാറാക്കിയ ഗ്രീക്ക് പരിഭാഷ, അതായത് സെപ്തജിന്തിലാണ്. സെപ്തജിന്തിൽ കിടക്കുന്നത് കന്യക എന്നാണ്. അതായത് അതിന് 2 കാരണങ്ങളുണ്ട് അങ്ങനെ ചെയ്യാൻ, ഈ മത്തായി എടുത്തെഴുതാൻ. ഒന്ന്, യേശു ജനിച്ചത് ശരിക്കും കന്യകയിൽ നിന്നാണ്, ശാരീരികമായി കന്യകയായ മറിയത്തിൽ നിന്നാണ്. രണ്ടാമതായി, ഈ പ്രവചനത്തിലെ യുവതി കന്യകയായിരുന്നെന്ന് യഹൂദ റബ്ബിമാരും സമ്മതിക്കുന്നുണ്ട്. ഈ യെശയ്യാ പ്രവാചനത്തിലെ ഈ യുവതി എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നെങ്കിലും ആ പെൺകുട്ടി കന്യകയായിരുന്നുവെന്നാണ് യഹൂദ റബ്ബിമാരും വിശ്വസിക്കുന്നതും സമ്മതിക്കുന്നതും. ക്രിസ്തു ജനിക്കുന്നതിന് 100-150 സംവത്സരക്ക് മുമ്പേ അവരങ്ങനെ കന്യക എന്ന് തർജ്ജമ ചെയ്തതിന് കാരണം അതാണ്. ചുരുക്കത്തിൽ ക്രിസ്ത്യാനികളുടെ കണ്ടുപിടുത്തമല്ല കന്യകയുടെ ഗർഭധാരണം. മാനുഷിക പിതാവില്ലാതെ യേശു കന്യകയായ മറിയത്തിൽ നിന്ന് ജനിച്ചത് അവൻ ദൈവപുത്രനായതുകൊണ്ടാണ്. കന്യകയിൽ ജനിച്ചത് കൊണ്ടല്ല അവൻ ദൈവപുത്രനായത്, മറിച്ച് കന്യകയിലെ ദൈവപുത്രനായത് കൊണ്ട് കന്യകയിൽ ജനിക്കുകയാണ്. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ടേ. കന്യകയിൽ ജനിച്ചത് കൊണ്ടല്ല യേശു ദൈവപുത്രനായത്, ദൈവപുത്രനായത് കൊണ്ട് കന്യകയിൽ ജനിക്കുകയായിരുന്നു. കത്തോലിക്ക സഭയുടെ മതബോധനം 497 നമുക്ക് വായിക്കാം. നമുക്കൊരു ചോദ്യം ഇവിടെ, വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. അതായത്, എന്തുകൊണ്ട് യെശയ്യാ പ്രവാചകൻ അൽമ, അതായത് യുവതി എന്നുള്ള വാക്ക് ഉപയോഗിച്ചു? ബെത്തൂല എന്ന വാക്കുണ്ടായിട്ടും എന്തുകൊണ്ട് അൽമ എന്ന വാക്ക് ഉപയോഗിച്ചു? ഈ എന്തുകൊണ്ട് ഗ്രീക്കിലേക്ക് തർജ്ജമ ചെയ്ത യഹൂദ റബ്ബിമാര് നയാനിസ്, യുവതി എന്ന് എഴുതാതെ പർത്തേനോസ് എന്ന് എഴുതി? ഞാൻ ചോദ്യം ഒന്നുകൂടെ ആവർത്തിക്കുക. ഹീബ്രു ഭാഷയിൽ
യെശയ്യാ പ്രവാചകൻ ബെത്തുൽ എന്നാണ് കന്യക എന്നുള്ളതിന് ശരിക്കുള്ള വാക്ക്. ആ ബെത്തുൽ എന്ന വാക്ക് ഉപയോഗിക്കാതെ അൽമ എന്ന് ഉപയോഗിച്ചത് എന്തുകൊണ്ട്? 2, അപ്പൊ ആരാണ് ആ യുവതി? അതാണ് ചോദ്യം. ആരാണ് യുവതി? 2, എന്തുകൊണ്ടാണ് യഹൂദ റബ്ബിമാര് ക്രിസ്തു ജനിക്കുന്നതിന് 100-150 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ യുവതി എന്ന വാക്കിനെ കന്യക എന്ന് പരിഭാഷപ്പെടുത്തി? എന്തുകൊണ്ട് മത്തായി എടുത്തെഴുതി? മത്തായി എന്തുകൊണ്ട് എടുത്തെഴുതിയെന്ന് ഞാൻ പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് കുറച്ചുകൂടി വിശദമായിട്ട് കാണാം. മാത്രമല്ല, ഈ കന്യകയുടെ ഗർഭധാരണം ഒരു മിത്ത് ആണോ, കെട്ടുകഥയാണോ, പുരാണമാണോ, ഐതിഹ്യമാണോ? നമ്മുടെ നാട്ടിൽ അങ്ങനെ ദേവീദേവന്മാരുടെയൊക്കെ ഈ ഇതിലൂടെ ഇങ്ങനെ ജനിക്കുന്ന പുരാണങ്ങളുണ്ടല്ലോ, അത്തരം പുരാണങ്ങളാണോ എന്നൊക്കെ നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഈ ആരാണ് യെശയ്യാ പ്രവാചകൻ ഉദ്ദേശിച്ച ഈ യുവതി? ആ യുവതിയിൽ നിന്ന് ജനിക്കുന്ന ശിശു അല്ലെ, യുവതി ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിക്കും. ആ ശിശു ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. ഇമ്മാനുവേൽ, ഇമ്മാനു എന്ന് വെച്ചാൽ വിത്ത് ആസ്, നമ്മോട് കൂടെ. ഏൽ എന്ന് പറഞ്ഞാൽ ദൈവം, ദൈവം നമ്മോട് കൂടെ. അപ്പോ ഏൽ എന്ന ആ വാക്കിനർത്ഥം ദൈവം എന്നാണ്. ഇമ്മാനു എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ, വിത്ത് ആസ്. അപ്പോ ദൈവം നമ്മുടെ കൂടെ എന്ന് വിളിക്കപ്പെടുന്ന, ഇമ്മാനുവൽ എന്ന് വിളിക്കപ്പെടുന്ന ഒരു ശിശുവിനാണ് ഈ യുവതി ജന്മം കൊടുക്കുന്നത്. വിശുദ്ധ ബീഡ് പറയുന്ന ഒരു വചനമുണ്ട്. ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന രക്ഷകൻ അറിയപ്പെടുന്നു. ഒരാളിൽ 2 സ്വഭാവങ്ങളുണ്ട്, ദൈവ സ്വഭാവവും മനുഷ്യ സ്വഭാവവും എന്ന് വെളിപ്പെടുത്തുകയാണ് രക്ഷകന്റെ ഈ നാമം. അവിടുന്ന് ദൈവമാണ്, അവിടുന്ന് മനുഷ്യരുടെ കൂടെയാണ്. സമയമുണ്ടാകുന്നതിന് മുൻപേ പിതാവിൽ നിന്ന് ജാതനായ അവൻ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഇമ്മാനുവേലായി നമ്മുടെ ബലഹീനമായ സ്വഭാവം തന്നിലേക്ക് സ്വീകരിച്ചു. നമ്മൾ വിശ്വാസ പ്രമാണിച്ച് ചൊല്ലുന്നത് പിതാവിൽ നിന്ന് ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും പിതാവിൽ നിന്ന് ജനിച്ചവനും. അപ്പോൾ നിത്യത്വത്തിൽ പിതാവിൽ നിന്ന് ജനിച്ചവനായ പുത്രൻ സമയത്തിന്റെ പൂർണ്ണതയിൽ അവന്റെ അമ്മയിൽ നിന്ന് ഇമ്മാനുവേലായി നമ്മുടെ കൂടെയുള്ള ദൈവമായി തന്നിലേക്ക് നമ്മുടെ ബലഹീനമായ മനുഷ്യ സ്വഭാവം സ്വീകരിച്ചു. ഇതാണ് വിശുദ്ധ ബീഡ് പറയുന്നത്. അവൻ എന്തായിരുന്നുവോ അതിന് യാതൊരു മാറ്റം വരാതെ, അവൻ ദൈവമായിരുന്നല്ലോ, അവൻ എന്തായിരുന്നുവോ അവൻ ദൈവമായിരുന്നു, അതിന് യാതൊരു മാറ്റം വരാതെ, അതിന് വിരാമമിടാതെ, അതിനൊരു സുല്ലിടാതെ, സ്റ്റോപ്പ് ചെയ്യാതെ നാം എന്തായിരിക്കുന്നുവോ അതുപോലെ അവനായിത്തീർന്നു. എന്ത് മനോഹരമായ വാക്കുകളാണ് വിശുദ്ധ ബീഡിൻ്റെത്. യേശു എന്തായിരുന്നുവോ, ദൈവമായിരുന്നു, എന്തായിരുന്നുവോ അതിന് യാതൊരു മാറ്റം വരാതെ, അതിന് സുല്ലിടാതെ, അതിന് വിരാമമിടാതെ നാം എന്തായിരിക്കുന്നുവോ അതുപോലെ അവനായിത്തീർന്നു. വളരെ വിസ്മയനീയമായ വിധത്തിൽ. ഇതാണ് ഈ ഇമ്മാനുവേൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മത്തായി എഴുതിയത് എമ്മാനുവേൽ എന്ന് ഗ്രീക്കിലാണ്. എമ്മാനുവേൽ, ഈ അല്ല, എമ്മാനുവേൽ. അർത്ഥമൊക്കെ ഒന്ന് തന്നെ. യേശുവ എന്ന ഹീബ്രു നാമത്തിന്റെ യവന രൂപമാണ് യേസുസ്. ജോഷുവ എന്ന വാക്കിന്റെ ഗ്രീക്ക് യവന രൂപമാണ് യേസുസ്. അപ്പോൾ യേശുവയുടെ ഗ്രന്ഥമുണ്ട്. ജോഷുവയുടെ ഗ്രന്ഥത്തിൽ 1:9 നമ്മളിങ്ങനെ വായിക്കുന്നു, ഞാൻ ദൈവം നിന്നോടത്തുണ്ടായിരിക്കും. ഞാൻ ദൈവം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. ദൈവം നമ്മോടൊപ്പമാണെന്ന് ജീവിതത്തിലൂടെ വെളിപ്പെടുത്തിയ പുതിയ നിയമ യേശുവയാണ്, യാഹ്വയാണ്, നസറത്തിലെ യേശു. ഞാൻ ആവർത്തിക്കുക, ദൈവം മനുഷ്യന്റെ കൂടെയാണ്, നമ്മുടെ കൂടെയാണെന്ന് ജീവിതം കൊണ്ട് വെളിപ്പെടുത്തിയ, വചനം കൊണ്ട് മാത്രമല്ല ജീവിതം കൊണ്ട് വെളിപ്പെടുത്തിയ പുതിയ നിയമ യേശുവയാണ്, യാഹ്വയാണ്, നസറത്തിലെ യേശു. ഇന്ന് യേശുവിൽ ദൈവം മനുഷ്യന്റെ കൂടെ ആയിരിക്കുന്നത് സഭയിലൂടെയും കുർബാനയിലൂടെയുമാണ്. ഇന്ന് ഈ നസറത്തിലെ യേശു മനുഷ്യവംശത്തിന്റെ കൂടെ ആയിരിക്കുന്നത്, നസറത്തിലെ യേശുവിലൂടെ ദൈവം തന്നെ മനുഷ്യവംശത്തിന്റെ കൂടെ ആയിരിക്കുന്നത് സഭയിലൂടെയും കുർബാനയിലൂടെയുമാണ്. സഭയിലൂടെ മത്തായി 18:20, 28:20, കുർബാനയിലൂടെയുമാണ് മത്തായി 26:26. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ശിശുവിനെയാണ് ഈ യുവതി ഗർഭം ധരിച്ച് പ്രസവിക്കുന്നത്. അപ്പോൾ ഒരു സാധാരണ യുവതി അല്ലല്ലോ. അപ്പൊ ആരാണ് ഈ യുവതി? അതാണ് നമുക്ക് ചോദിക്കേണ്ട ചോദ്യം. ആരാണ് യെശയ്യാ പ്രവാചകൻ ഉദ്ദേശിച്ച ഇമ്മാനുവേൽ ശിശു? ആ ഇമ്മാനുവേൽ ശിശുവിന് ജന്മം കൊടുത്ത സ്ത്രീ, യുവതി.
നിങ്ങൾ കേൾക്കാൻ സാധ്യതയുള്ള കുറച്ച് വ്യാഖ്യാനങ്ങൾ ഞാൻ ആദ്യം പറയാം. കാരണം അങ്ങനെ ആ അച്ഛൻ പറയുന്നുണ്ടല്ലോ, ഇങ്ങനെ ഈ അച്ഛൻ പറയുന്നുണ്ടല്ലോ എന്നൊക്കെ നിങ്ങൾ കേൾക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ദൈവശാസ്ത്രം പഠിക്കുന്നവരും ആഴത്തിൽ വചനം പഠിക്കുന്നവർക്കൊക്കെ ഈ സംശയമുണ്ടാകാം. ഒന്നാമത്തെ വ്യാഖ്യാനം വേദശാസ്ത്രികളുടെ ഒരു വ്യാഖ്യാനമാണ്. ഒന്നാമത്തെ വ്യാഖ്യാനം ആഹാസ രാജാവിനോടാണ്. ആഹാസ രാജാവിന്റെ കാലത്താണ് യെശയ്യാ പ്രവാചകൻ ഈ പ്രവചനം പറയുന്നത്. അപ്പൊ ആഹാസ രാജാവിന്റെ യുവതിയായ ഭാര്യ, ആ ഭാര്യയാണ് ഈ യുവതി എന്നും, അതായത് ആഹാസ രാജാവിന്റെ ഭാര്യയാണ് യുവതി എന്നും, ആഹാസ രാജാവിന്റെ മകനായ ഹിസേക്കിയ ആണ് ഇമ്മാനുവൽ ശിശു എന്നുമാണ് ഈ ചില വേദശാസ്ത്രികളുടെ വ്യാഖ്യാനം. ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള സന്തതി ഈ ആഹാസ രാജാവിന്റെ മകനായ ഹിസക്കിയാണത്രേ. തീർച്ചയായിട്ടും ഹിസക്കിയ ഇസ്രായേൽ കണ്ട ഏറ്റവും നല്ല രണ്ട് രാജാക്കന്മാരിൽ, ദാവീദ് കഴിഞ്ഞിട്ട് കണ്ട ഏറ്റവും നല്ല രണ്ട് രാജാക്കന്മാർ, ഒന്ന് ഹിസക്കിയായും ഒന്ന് ജോസിയായുമാണ്. ആ ഹിസക്കിയ വളരെ നല്ല രാജാവായിരുന്നു. ദാവീദിന്റെ ഹൃദയത്തോട് അടുപ്പമുള്ള രാജാക്കന്മാരനുസരിച്ചിട്ടാണ് ഇവർ ഏറ്റവും നല്ലതെന്ന് കരുതണേ. ദാവീദാണ് റോൾ മോഡൽ രാജാക്കന്മാർക്ക്. ആ ദാവീദ് രാജാവിന്റെ ഹൃദയത്തോട് എന്തുമാത്രം അടുത്ത് വരുന്നുവോ അവരെയാണ് നല്ല രാജാക്കന്മാരെന്ന് പ്രവാചകന്മാരെ വിലയിരുത്തിയത്. അങ്ങനെയുള്ള വിലയിരുത്തലിൽ ഏറ്റവും നല്ല മാർക്ക് കിട്ടിയ രണ്ടുപേരാണ് ഹിസക്കിയായും ജോസിയായും. അപ്പൊ ആ ഹിസക്കിയായെ ഇമ്മാനുവൽ ശിശു എന്ന് വിളിക്കുന്നതിൽ ചരിത്രപരമായി തെറ്റൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ആഹാസ് രാജാവിന്റെ ഭാര്യ സംഘത്തിലെ ഒരുവളാണ് ഇവിടെ സൂചിപ്പിക്കുന്ന വിവാഹപ്രായമെത്തിയ യുവതി എന്നാണ് ഈ ചില വേദശാസ്ത്രികളുടെ വ്യാഖ്യാനം. ആഹാസ രാജാവിന്റെ ഭാര്യ സംഘത്തിലെ യുവതിയായിരുന്ന പലരുണ്ടായിരുന്നു. അതിൽ അബിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടിയാണ് ഈ യുവതി എന്നാണ് ചിലർ പറയണേ. 2 ദിനവൃത്താന്തം 29:1 ഈ അബിയ എന്ന് പറയുന്ന സ്ത്രീയെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. ഈ ആഹാസ രാജാവ് എന്തുകൊണ്ടാണ് ഈ പ്രവചനം നൽകിയത് എന്ന് മനസ്സിലാക്കണമല്ലോ. അതിനാണ് ഇച്ചിരി ചരിത്രം അറിയേണ്ടത്. ചരിത്രം ഇവിടെ ഞാൻ പറഞ്ഞല്ലോ 3-4 രാജ്യങ്ങളുടെ കഥ നമ്മൾ ഓർക്കണം. അപ്പം അതിന് നിങ്ങളെ മാപ്പൊന്ന് എടുത്ത് വയ്ക്കാം. പാലസ്തീനായിൽ സോളമന്റെ മരണത്തോടുകൂടി രാജ്യം 2ആയി വിഭജിക്കപ്പെട്ടു. വടക്ക് ഇസ്രായേൽ, അതിന്റെ തലസ്ഥാനം സമരിയ. തെക്ക് യഹൂദ, അതിന്റെ തലസ്ഥാനം യെറൂസലേം. ഈ ഇസ്രായേലിന് മുകളിൽ, വടക്കൻ രാജ്യം ഇസ്രായേലിന് മുകളിലുള്ള സ്ഥലം സിറിയ, ഇപ്പോഴത്തെ സിറിയ തന്നെ. അതിന്റെ തലസ്ഥാനം ഡമാസ്കസിലെ രാജാവ് റെക്സിൻ രാജാവിന്റെ പേര്. ഈ ഇസ്രായേലിന്റെ രാജാവിന്റെ പേര് പേക്കാഹ്. ഈ യഹൂദായിലെ രാജാവിന്റെ പേര് ആഹാസ്. ഈ 3 രാജ്യങ്ങളുടെ അപ്പുറത്തൊരു അന്നത്തെ ഒരു സാമ്രാജ്യത്വ ശക്തി, ഈ ഇപ്പോഴത്തെ ചൈന പോലെയോ അമേരിക്ക പോലെയോ റഷ്യ പോലെയോ ഒക്കെ വേണമെങ്കിൽ പറയാം നമുക്ക്. അതായത് മറ്റു രാജ്യങ്ങൾ വിഴുങ്ങാനായിട്ട് ഇങ്ങനെ കോമ്പലുകൾ ആഴ്ച നിൽക്കുന്ന അന്നത്തെ ശക്തി അസീറിയ. ഇപ്പോഴത്തെ ഇറാൻ ആ പ്രദേശമാണ് പറയണേ, മെയിനായിട്ടും ഇറാഖ് പ്രദേശം. ഈ അസീറിയ ഇറാൻ പിന്നെ ഇറാഖിന്റെ ഒക്കെ ബോർഡർ വരും ആ പ്രദേശത്ത്. അതിന്റെ തലസ്ഥാനം നിനിവേ. ഈ അസീറിയ സാമ്രാജ്യം ചെറിയ രാജ്യങ്ങളായ സിറിയയെയും പിന്നെ ഇസ്രായേലിനെയും യഹൂദയെയൊക്കെ ആക്രമിച്ച് തങ്ങളുടെ രാജ്യത്തോട് കൂട്ടിച്ചേർക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇപ്പൊ റഷ്യ യുക്രൈനെ ബലമായിട്ട് തങ്ങളുടെ രാജ്യത്തേക്ക് കൂട്ടിച്ചേർക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്നത് പോലെ. അപ്പൊ ഇങ്ങനെ ഒരു ഭീഷണി, അതായത് ഇപ്പൊ നമുക്ക് ഇന്ത്യയിൽ ഭീഷണി ഉണ്ടല്ലോ, പാകിസ്ഥാനേക്കാൾ വലിയ ഭീഷണിയാണ് ചൈനയിൽ നിന്ന്. പക്ഷേ നമുക്ക് എന്താ പറയാ, അത് ഇവിടുത്തെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ ചൈനയുടെ പക്ഷത്താണ് താനും. അതാണ് രസകരമായ സംഗതി. അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ എല്ലാ കാലത്തും ഉണ്ട്. അപ്പൊ ഈ ചൈനയുടെ ആക്രമണം ഇല്ലേ എന്ന് വിചാരിച്ചിട്ട് മറ്റു രാജ്യങ്ങളൊക്കെ ആയിട്ട് ഒരു അലയൻസ് ഉണ്ടാക്കുന്നത് പോലെ, അല്ലെങ്കിൽ അതുപോലെ അക്കാലത്ത് അസീറിയയുടെ ആക്രമണം പേടിച്ചിട്ട് ഈ സിറിയയുടെ രാജാവ് റെക്സിനും ഇസ്രായേലിന്റെ രാജാവ് പേക്കാഹും ഒരു അലയൻസ് ഉണ്ടാക്കി, ഒരു സഖ്യകക്ഷി ഉണ്ടാക്കി. എന്നിട്ട് അവരുടെ സഖ്യകക്ഷിയിൽ ചേരാൻ ആഹാസ് രാജാവിനെ ക്ഷണിച്ചു. ആഹാസ് രാജാവ് അത് സമ്മതിച്ചില്ല. അപ്പോൾ ഈ 2 രാജ്യങ്ങൾ പറഞ്ഞു, സിറിയയും ഇസ്രായേലും പറഞ്ഞു, നീ സഖ്യകക്ഷിയിൽ ചേരുന്നില്ലെങ്കിൽ ഞങ്ങൾ നിന്നെ ആക്രമിക്കും. എന്നിട്ട് നിന്നെ അവിടുന്ന് മാറ്റിയിട്ട് നിന്നെ ആ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ട് തബീൽ എന്ന് പറയുന്ന ഒരുത്തനെ ഞങ്ങൾ പാവ രാജാവായിട്ട് നിയമിക്കും. അപ്പോൾ സിറിയയും ഇസ്രായേലും കൂടി ഒരുമിച്ച് ചേർന്ന് യഹൂദയുടെ ആഹാസ് രാജാവിനെ ആക്രമിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി, അവന്റെ സിംഹാസനം തട്ടിയിടുമെന്ന് ഭീഷണിപ്പെടുത്തി.
ആഹാസ് രാജാവ് എന്ത് ചെയ്തു? ഉടനെ തന്നെ അസീറിയയുടെ സഹായം തേടി, സാമ്രാജ്യത്വ ശക്തിയുടെ. അന്നത്തെ ഞാൻ പറഞ്ഞല്ലോ വലിയ ലോകശക്തിയായിരുന്നു അസീറിയ. ആഹാസ് രാജാവ് സൂത്രത്തില് അസീറിയ രാജാവിന്റെ സഹായം തേടി, സിറിയയുടെയും ഇസ്രായേലിന്റെയും ഭീഷണിക്ക് നേരിടാൻ വേണ്ടി. അസീറിയ, വളരെ ബുദ്ധിയുള്ള അസീറിയൻ ചക്രവർത്തി ഉടനെ തന്നെ വാഗ്ദാനം, സൈനികമായിട്ടും രാഷ്ട്രീയമായിട്ടും എല്ലാ തരത്തിലും വാഗ്ദാനം ചെയ്തു. ഒറ്റ വ്യവസ്ഥ, അസീറിയയുടെ ദേവന്മാരുടെ വിഗ്രഹം യെരൂശലേം ദേവാലയത്തിൽ സ്ഥാപിക്കണം. യഹൂദായുടെ രാജാവാണ് ആഹാസ്. അവിടെയാണ് യെരൂശലേം, അവിടെയാണ് ദേവാലയം, സോളമൻ പണിത ദേവാലയം. ആ ദേവാലയത്തില് വിജാതീയ ദേവന്റെ വിഗ്രഹം അവിടെ സ്ഥാപിക്കണം. ആ ഒറ്റ വ്യവസ്ഥയിൽ സൈനിക ശക്തിയും രാഷ്ട്രീയ പിന്തുണയും ഒക്കെ അസീറിയ വാഗ്ദാനം ചെയ്തു. ആഹാസ് സമ്മതിച്ചു. അപ്പൊ പ്രശ്നം രാഷ്ട്രീയമല്ല, ഇപ്പോ ദൈവികമാണ്. ഏകസത്യ ദൈവത്തെ ആരാധിക്കുന്ന ദേവാലയത്തില് വേറൊരു അന്യദേവന്റെ വിഗ്രഹം പ്രതിഷ്ഠിക്കുക. അതിന് സമ്മതിച്ചു ആഹാസ്. ആഹാസിന്റെ കാലത്ത് തന്നെ പ്രതിഷ്ഠിച്ചില്ല, അതിനുശേഷമാണ് പ്രതിഷ്ഠിച്ചത്. പക്ഷെ സമ്മതം കൊടുത്തത്, ഒപ്പിട്ടത് ആഹാസ് രാജാവാ. അപ്പൊ ഇത് രാഷ്ട്രീയ പ്രശ്നത്തെക്കാളൊക്കെ വിട്ട് വിശ്വാസത്തിന്റെ പ്രശ്നമായിട്ട് മാറി. ഇപ്പൊ നമ്മുടെ ഏതെങ്കിലും ഒരു പള്ളിയിലെ വിജാതീയ ദേവന്മാരുടെ വിഗ്രഹം വെക്കണമെന്ന് പറഞ്ഞാൽ, ഗണപതിയുടെയൊക്കെ വിഗ്രഹം വെക്കണമെന്ന് പറഞ്ഞാൽ അവസ്ഥ ചിന്തിച്ചു നോക്കിയാൽ വളരെ ഗൗരവമായ വിശ്വാസ പ്രതിസന്ധിയാണ്. സ്വാഭാവികമായിട്ടും ദൈവം ഇടപെട്ടു. ദൈവം ഏശയ്യാ പ്രവാചകനോട് പറഞ്ഞു, രാജാവിന് പോവുക, രാജാവിന് പോയി ചെന്ന് കാണുക. രാജാവിൻ്റെ അടുത്ത് ചെന്നിട്ട് ഏശയ്യാ പ്രവാചകൻ പറഞ്ഞു, അസീറിയ വിജാതീയ രാജ്യവുമായിട്ട് വൈദേശിക രാജ്യവുമായിട്ട് നീ കൂട്ടുകൂടിയാൽ അത് മരണവുമായിട്ട് സഖ്യമുണ്ടാക്കുന്നതിന് തുല്യമായിരിക്കും, നശിക്കും നീ. ഈ രണ്ട് ചെറിയ രാജ്യങ്ങൾ നീ പേടിക്കേണ്ട കാര്യമില്ല. സിറിയയെയും ഇസ്രായേലിനും പേടിക്കേണ്ട കാര്യമില്ല. പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കൊള്ളി എത്ര നേരം കത്തും? കുറച്ച് നേരം, അത്രയല്ലേ ഉള്ളൂ. പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കൊള്ളിയാണത്, ഒരു തടിക്കഷ്ണം. ഈ രണ്ട് രാജ്യങ്ങൾ അത് പെട്ടെന്ന് ഇല്ലാണ്ടായിക്കൊള്ളും. നീ അവരെ പേടിച്ചിട്ട് ഈ വൈദേശിക വിജാതീയ ശക്തിയുമായിട്ട് കൂട്ടുകൂടേണ്ട കാര്യമില്ല. അപ്പോ ആഹാസ് രാജാവ് സമ്മതിക്കാൻ തയ്യാറല്ല. സാധാരണഗതിയിൽ ഒരു അടയാളം ഇല്ലേ, അത്ഭുതകരമായ അടയാളം കൊടുക്കാൻ ദൈവം വിമുഖത കാണിക്കും. അടയാളങ്ങൾ ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞത്, ദുഷിച്ചതും വ്യഭിചരിച്ചതുമായ തലമുറയാണ് അടയാളം ചോദിക്കണമെന്നാണ്. അത്ഭുതങ്ങൾ ചോദിക്കുന്നത്, അടയാളങ്ങൾ ചോദിക്കുന്നത് ദൈവത്തെ പരീക്ഷിക്കുന്നതിന് തുല്യമാണ്. ദൈവം ചിലപ്പോൾ അത്ഭുതങ്ങൾ ചെയ്യും, ദൈവം അടയാളങ്ങൾ ചെയ്യും. പക്ഷേ ചോദിച്ച് ഇങ്ങനെ ചെയ്യണം, ചെയ്തില്ലെങ്കിൽ വിശ്വസിക്കില്ല എന്നൊക്കെ പറഞ്ഞാൽ അത് ദൈവത്തെ പരീക്ഷിക്കുന്ന തുല്യമാണ്. അവൻ അടയാളം നൽകാൻ ഇഷ്ടമില്ല. ദുഷിച്ചതും വ്യഭിചരിച്ചതുമായ തലമുറയാണ് അങ്ങനെ ചോദിക്കുന്നത്. പക്ഷെ ഇവിടെ ഇത്രയും വലിയൊരു പ്രതിസന്ധി നിലനിൽക്കുന്നത് കൊണ്ട് യെശയ്യാ പ്രവാചകൻ പറഞ്ഞു, നീ ഒരു അടയാളം ചോദിക്കുക, അത്ഭുതം. അതായത് ഞാൻ പറഞ്ഞത് ശരിയാകും, ഈ രണ്ട് രാജ്യങ്ങളെ പേടിക്കേണ്ടതില്ല, വിജാതി ശക്തിയുമായിട്ട് നീ കൂട്ടുകൂടരുത്, അത് സത്യമായി ഭവിക്കുമെന്ന് ബോധ്യപ്പെടാൻ നീ ഒരു അടയാളം ചോദിച്ചോ, അത്ഭുതം ചോദിച്ചോ, ഞാൻ ചെയ്യാം. രാജാവ് ചോക്ലേറ്റിൽ പറഞ്ഞൊരു മറുപടി പറഞ്ഞേ, നയതന്ത്രം. എന്താണ്? ഞാൻ കർത്താവിനെ പരീക്ഷിക്കില്ല. അടയാളം ചോദിക്കുന്ന പരീക്ഷണമാണല്ലോ. ഞാൻ കർത്താവിനെ പരീക്ഷിക്കില്ല. അത് ഒരു ഒഴിഞ്ഞുമാറലായിരുന്നു, നയതന്ത്രം. അതായത് ഓൾറെഡി അസീറിയ രാജാവുമായിട്ട് എഗ്രിമെന്റ് ഒപ്പുവെച്ച് കഴിഞ്ഞു. അതിന് പിന്തിരിഞ്ഞാൽ അതും പ്രശ്നമാണ്. അപ്പോൾ ഈ യെശയ്യാ പ്രവാചകൻ വളരെ ആഘോഷപൂർവകമായിട്ട് പറയാണ്, അതിനാൽ കർത്താവ് തന്നെ നിനക്കൊരു അടയാളം തരും. അപ്പൊ ഈ അടയാളത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ യെശയ്യാ പ്രവാചകൻ വേറെ കാര്യം കൊണ്ട് പറഞ്ഞിരുന്നു, നീ അടയാളം ചോദിക്കുക, അത് ആകാശം പോലെ ഉന്നതമോ പാതാളം പോലെ അഗാധമായാലും ഞാൻ തരും. ആകാശം പോലെ ഉന്നതമായ ഒരു അടയാളമോ പാതാളം പോലെ അഗാധമായ ഒരു അടയാളം ആണെങ്കിലും നീ ചോദിച്ചാൽ ഞാൻ തരുമെന്ന് പറഞ്ഞിരുന്നേ. ആഹാസ് രാജാവ് പറഞ്ഞല്ലോ, ഞാൻ കർത്താവിനെ പരീക്ഷിക്കില്ല. അപ്പോൾ യെശയ്യാ പ്രവാചകൻ പറഞ്ഞു, അതിനാൽ കർത്താവ് തന്നെ ഒരു അടയാളം തരും. ആകാശം പോലെ ഉന്നതവും പാതാളം പോലെ അഗാധവുമായ ഒരു അടയാളം കർത്താവ് തന്നെ തരും. യുവതി ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. ഇതാണ് രാഷ്ട്രീയ പശ്ചാത്തലം. നമുക്ക് ഈ വർഷം അറിയാം, എന്നാണ് ഈ പ്രവചനം പറഞ്ഞെന്നുള്ള വർഷം നമുക്കറിയാം. BC 733. BC 733. നമ്മൾ ഈ പറഞ്ഞ ഒന്നാമത്തെ വ്യാഖ്യാനം, അതായത് ആഹാസ് രാജാവിന്റെ യുവതിയായ ഭാര്യ സംഘത്തിൽ ഒരാള്, അതിന്റെ പേര് ഒരുപക്ഷെ അബിയ എന്നായിരിക്കാം. ആ പെണ്ണാണ് യുവതിയെങ്കിൽ
ആകാശ രാജാവിൻ്റെ യുവതിയായ ഭാര്യമാരിൽ ഒരാളാണ് ഈ പറഞ്ഞ യുവതിയെങ്കിൽ ആ യുവതിയിൽ ജനിച്ച ഹിസക്കിയാണ് ഇമ്മാനുവൽ ശിശുവെങ്കിൽ ആ വ്യാഖ്യാനമാണ് ചില വേദപണ്ഡിതന്മാർ നൽകുന്നത്. നമുക്കൊരു ചോദ്യം അവരോടുണ്ട്, ഈ വേദശാസ്ത്രികളോട് ചോദ്യമുണ്ട്. ഗർഭിണിയായിരിക്കുന്ന ഒരു യുവതി ഒരു ശിശുവിനെ പ്രസവിക്കുന്നത് ആകാശം പോലെ ഉന്നതവും പിന്നെ പാതാളം പോലെ അഗാധവുമായ ഒരു അടയാളമാണോ? സാധാരണഗതിയിൽ ഗർഭം ധരിച്ച ഒരു പെൺകുട്ടി പ്രസവിക്കും, വേറെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ പ്രസവിക്കും. അത് അത്രയും വലിയ അത്ഭുതമാണോ? അല്ലേ, നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ പ്രസവിക്കുന്നവരല്ലേ, നമ്മളെ പ്രസവിച്ചതല്ലേ, അമ്മ പ്രസവിച്ചതല്ലേ? അത് അത്രയും ആകാശം പോലെ ഉന്നതവും പാതാളം പോലെ അഗാധവുമായ ഒരു സംഗതിയാണോ യുവതി അതും ഗർഭിണിയായിരിക്കുന്ന യുവതി പ്രസവിക്കുന്നത്? അതിനാൽ ഈ വ്യാഖ്യാനം സ്വീകാര്യമല്ല. അപ്പോൾ മറ്റൊരു വ്യാഖ്യാനം വേറൊരു കൂട്ടം വേദശാസ്ത്രികൾ പറയാണ്, ഇത് യെശയ്യാ പ്രവാചകന്റെ ഭാര്യയാണ് ഈ യുവതി, യെശയ്യാ പ്രവാചകന്റെ. അത് പറയാൻ ഞങ്ങൾക്ക് ന്യായമുണ്ടെന്നാണ് ഈ വേദശാസ്ത്രികൾ പറയണേ. എന്താണ്? ഈ 8-ാമത്തെ അധ്യായത്തിൽ യെശയ്യാ പ്രവാചകന്റെ ഗ്രന്ഥത്തിൽ 7-ാമത്തെ അധ്യായത്തിലാണ് ഇമ്മാനുവൽ പ്രവചനം. ഈ 8-ാമത്തെ അധ്യായത്തിൽ ഈ യെശയ്യാ പ്രവാചകന്റെ ഒരു മകനെ കുറിച്ച് പറയുന്നുണ്ട്. 8-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യത്തിൽ ആ ശിശുവിന്റെ പേര് ഷെയാർ യാഷൂബ് എന്നാണ്. ഷെയാർ യാഷൂബ്, അവിടെ പറയുന്ന കുഞ്ഞിന്റെ പേര് മഹർഷലാൽ ഹഷ്ബഷ്. വേഗത്തിൽ യുദ്ധം ചെയ്യുക, വേഗത്തിൽ കൊള്ളവസ്തു പങ്കിടുക എന്നാണ് വാക്കിനർത്ഥം. 8-ാമത്തെ അധ്യായം യെശയ്യാ 8:3. ഈ 7:3 7-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യത്തിൽ യെശയ്യായുടെ രാജാവിനെ കാണാൻ പറയാൻ പോകുന്നുണ്ട്. കൺഫ്രണ്ട് ചെയ്യാൻ, അവനെ എതിരിടാൻ പറയുന്നുണ്ട്. അങ്ങനെ പറയുമ്പോൾ കർത്താവ് പറയുന്നത്, നീ നിന്റെ മകനെയും കൂട്ടണമെന്നാണ്, നിന്റെ കൂടെ നിന്റെ മകനുണ്ടായിരിക്കണം. ആ മകന്റെ പേര് ഷെയാർ യാഷൂബ് എന്നാണ്. എ റെമനന്റ് ഷാൽ റിട്ടേൺ, ഒരു ശിഷ്ടഭാഗം തിരിച്ചു വരുമെന്നാണ് വാക്കിനർത്ഥം. അപ്പോൾ യെശയ്യാ പ്രവാചകൻ തന്റെ മക്കൾക്ക് പേരിട്ടത് പ്രതീകാത്മക പേരുകളാണ്. മഹർഷലാൽ ഹഷ്ബഷ്, ഷെയാർ യാഷൂബ്. നിങ്ങളുടെ ബൈബിളൊക്കെ വായിച്ചത് കാണാം, അവിടെ ഈ വാക്കുകൾ അവിടെയുണ്ട്. അപ്പോൾ 2 ശിശുക്കൾക്ക് പേരിട്ടത്, ഈ യെശയ്യാ പ്രവചൻ പേരിട്ടത് പ്രതീകാത്മകമായിട്ടാണ്. വേഗത്തിൽ യുദ്ധം, വേഗത്തിൽ കൊള്ളവസ്തു പങ്കിടുന്നുള്ള പേരാണ് ഒരു മകന് കൊടുത്തത്. മറ്റൊരു മകന് ഷെയാർ യാഷൂബ്. 7:3 8:3 ഈ 2 വാക്യങ്ങളിൽ ഈ പേരുകൾ കാണാം. അപ്പം 3-ാമത്തെ ശിശുവിനും ഇമ്മാനുവേൽ പേരിട്ടു, പ്രതീകാത്മക പേര് ഇമ്മാനുവേൽ. ഇതാണ് മറ്റൊരു കൂട്ടം ദൈവശാസ്ത്രജ്ഞന്മാരുടെ വ്യാഖ്യാനം. നമുക്ക് ഇവരോടും ഒരു ചോദ്യമുണ്ട്, ഈ ദൈവശാസ്ത്രജ്ഞന്മാരുടെ ഒരു ചോദ്യമുണ്ട്. എന്താണ് ചോദ്യം? യെശയ്യാ പ്രവാചകന്റെ യുവതിയായ ഭാര്യ, അവൾ ഗർഭിണിയാണ്, അവൾ പ്രസവിക്കുന്നു. അത് ഈ ആയത്ത് ഇത് പറഞ്ഞവരോട് പറഞ്ഞ ആ ഉത്തരം ഇല്ലേ, വ്യാഖ്യാനം പറഞ്ഞവരോടുള്ള ചോദ്യം തന്നെ. അങ്ങനെ യുവതിയായ ഭാര്യ, യെശയ്യാ പ്രവാചകന്റെ ഭാര്യ പ്രസവിക്കുന്നത് ആകാശം പോലെ അത്ര ഉന്നതവും പാതാളം പോലെ അത്ര അഗാധവുമായ അടയാളമാണോ? അതൊരു സാധാരണ സംഗതിയല്ലേ? അതുകൊണ്ട് ആ വ്യാഖ്യാനവും ശരിയല്ല, നമുക്ക് സ്വീകരിക്കാൻ പ്രയാസമുണ്ട്. 3-ാമത്തെ വ്യാഖ്യാനം ഒരു സംഘാത വ്യാഖ്യാനം എന്ന് പറയും, ഒരു കോർപ്പറേറ്റ്. പുതിയ ഇസ്രായേലാണ് ഇമ്മാനുവൽ ശിശു. വിവാഹപ്രായമെത്തിയ യുവതി അൽമ അഥവാ കന്യക സിയോൻ പുത്രിയാണ്. സിയോൻ എന്ന് പറയുന്നത് മലയാണ്. സിയോൻ പുത്രി എന്ന് പറഞ്ഞാൽ യെറൂസലേമിനെ ഉദ്ദേശിക്കുന്നത്. അത് സിയോൻ പുത്രി എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ യെറൂസലേമിന് ഉദ്ദേശിക്കുന്നതാണ്. ആ മലയുടെ മകൾ എന്നാണ് അർത്ഥം ഉദ്ദേശിക്കുന്നത്. ഈ സിയോൻ മലയുടെ വശത്താണ് ഈ യെറൂസലേം പട്ടണം. ഇന്നും അങ്ങനെ തന്നെയാണ്. അപ്പൊ യെറൂസലേമിന്റെ പുത്രി എന്ന് പറഞ്ഞാൽ യെറൂസലേം പട്ടണമാണ്. അതാണ് ഒരർത്ഥം, പല അർത്ഥങ്ങളുള്ള ഒരർത്ഥം. അപ്പോൾ സിയോൻ പുത്രിയാണ് ഈ യുവതി എന്നും, അതായത് യെറൂസലേമാണ് ഈ യുവതി എന്നും, ആ യെറൂസലേം ജന്മം കൊടുക്കുന്ന പുതിയ ഇസ്രായേലാണ് ഇമ്മാനുവൽ ശിശു എന്നുമാണ് ഒരു 3-ാമത്തെ ഗണം വ്യാഖ്യാനം. ഇതൊരു അത്ര സ്വീകാര്യമായ ഒരു വ്യാഖ്യാനമാണോ? ഇത് വളരെ പ്രതീകാത്മകമായിട്ടുള്ളൊരു വ്യാഖ്യാനമല്ലേ? ഒരു ചരിത്രപരവും പിന്നെ ദൈവശാസ്ത്രപരവും പിന്നെ ശരിക്കും ഒരു യുവതി വേണ്ടേ? അപ്പോൾ പ്രതീകാത്മകമായ വ്യാഖ്യാനം എന്ന് നമുക്ക് പറയാം. പക്ഷേ അതൊരത്ര അങ്ങനെ സ്വീകാര്യമായ ഒരു വ്യാഖ്യാനമായിട്ട് സ്വീകരിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. കാരണം പ്രവചനത്തിന്റെ ജീവിത പരിസരം ഒരു തരത്തിലും ഇങ്ങനെ സംഘാതാത്മകത ഉൾക്കൊള്ളുന്നതല്ല. മാത്രമല്ല, അങ്ങനെ ഒരു അടയാളം ആ പ്രവചനത്തിന്റെ അന്നത്തെ ആനുകാലിക ചരിത്രത്തിലെ ഒരു വ്യക്തി അല്ല താനും. അതുകൊണ്ട് എന്താണ് മനസ്സിലാക്കിയത്? ഇതേതാണ്, ആരാണ് എന്നുള്ളതാണ് ചോദ്യം. 4-ാമത്തത്,
ഇമ്മാനുവേല് മിശിഹായിലേക്ക് കൈ ചൂണ്ടുന്നു എന്നുള്ളതാണ്. മിശിഹായിലേക്ക് കൈ ചൂണ്ടുന്നു. ഈ ഇമ്മാനുവേൽ ശിശു യേശുവാണ്, അല്ലെങ്കിൽ വരാനിരിക്കുന്ന മിശിഹ. യേശു ഒന്നും പറയാറായിട്ടില്ല, വരാനിരിക്കുന്ന മിശിഹ. തീർച്ചയായിട്ടും വരാനിരിക്കുന്ന മിശിഹായെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ ബൈബിളിലുണ്ട്. എങ്കിലും മിശിഹായെക്കുറിച്ചുള്ള കൃത്യമായ പ്രവചനങ്ങൾ രൂപപ്പെടാൻ തുടങ്ങിയത് ബാബിലോൺ പ്രവാസകാലത്താണ്. BC 587 537 ഇടയിലുള്ള പ്രവാസകാലത്താണ് തുടങ്ങിയത്. ഇത് BC 733 100-200 കൊല്ലങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് മിശിഹായിലേക്ക് കൈചൂണ്ടെന്ന് പറഞ്ഞാൽ അത്ര അങ്ങോട്ട് സ്വീകാര്യമല്ല. യെശയ്യായുടെ കാലയളവിൽ ഇതിനോട് സാധർമ്മ്യം പുലർത്തുന്ന ഒരു വ്യക്തി കാണാനുമില്ല. ചുരുക്കത്തിൽ ഒരൊറ്റ വ്യാഖ്യാനവും നമുക്ക് തൃപ്തികരമല്ല. അന്ന് ചരിത്രത്തിൽ സ്വീകരിക്കാൻ പറ്റുന്ന ഈ പ്രവചനത്തിന്റെ അർത്ഥം അത് വ്യാഖ്യാനിക്കാവുന്ന ഒരു വ്യാഖ്യാനവും നമുക്ക് കാണാനില്ല. ഞാൻ നേരത്തെ പറഞ്ഞു BC 250 കാലയളവിൽ ഈ ഹീബ്രു ബൈബിൾ ഗ്രീക്കിലേക്ക് തർജ്ജമ ചെയ്തു. അപ്പൊ വീണ്ടും ഈ തർജ്ജമക്കാർ ചർച്ച ചെയ്യാൻ തുടങ്ങി, ആരാണ് ഈ ഇമ്മാനുവേൽ ശിശു, ആരാണ് ഈ യുവതി. അപ്പോൾ അവർക്കത് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ചരിത്രത്തിൽ ഇങ്ങനെ ഈ പറഞ്ഞ 4 വ്യാഖ്യാനങ്ങൾ അവർ പരിശോധിച്ചിട്ടും ഈ 4 വ്യാഖ്യാനവും യഹൂദ റബ്ബിമാർക്ക് സ്വീകാര്യമായില്ല. അതിനാൽ മാത്രമല്ല, ഈ പ്രവചനം നൽകപ്പെട്ടത് വളരെ ആഘോഷമായിട്ടാണ്. കർത്താവ് തന്നെ നൽകും, കർത്താവ് തന്നെ അടയാളം നൽകും. മാത്രമല്ല, ഈ ഇമ്മാനുവേൽ ശിശു തൈരും തേനും കഴിക്കുമെന്നാണ്. തൈരും തേനും അക്കാലത്ത് വിജാതിയരുടെ സങ്കല്പം അനുസരിച്ചിട്ടാണെങ്കിലും ഈ ദേവന്മാരുടെ ഭക്ഷണമാണ് തൈരും തേനും. അപ്പോൾ ദേവന്മാരുടെ ഭക്ഷണം കഴിക്കുന്ന ഒരു ഇമ്മാനുവേൽ ശിശു, അത്ഭുതകരമായ ശിശു, അത് കർത്താവ് വളരെ ആഘോഷപൂർവ്വമായി നൽകിയ ഒരു പ്രവചനം. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് ഈ യുവതിയും അവളുടെ ശിശുവും ഒരു സവിശേഷ സ്ത്രീയും സവിശേഷ ശിശുവുമാണ് എന്ന നിഗമനത്തിൽ യഹൂദ റബ്ബിമാരെത്തി. ആ സവിശേഷ സ്ത്രീയാണ്, സവിശേഷ കുഞ്ഞാണ് എന്ന് കാണിക്കാൻ കന്യക ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിക്കുന്നവർ തർജ്ജമ ചെയ്തു. യുവതി ഗർഭം ധരിച്ചു എന്നുള്ളത് അതാണ് ഒറിജിനൽ കിടക്കണേ. അതിന് പകരം കന്യക ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിക്കുമെന്ന് ഈ യഹൂദ റബ്ബിമാർ എഴുതി. അപ്പോഴും ശരിക്കും കന്യകയായിരിക്കും ഈ സ്ത്രീ എന്നവർ ഉദ്ദേശിച്ചിട്ടില്ല. ഒരു പ്രത്യേക സ്ത്രീ ആയിരിക്കും എന്നേ പറഞ്ഞിട്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. ശരിക്കും ശാരീരികമായി കന്യകയായിരിക്കും എന്ന് യഹൂദ റബ്ബിമാർ ഉദ്ദേശിച്ചിട്ടില്ല. അവരുദ്ദേശിച്ച ഒരു പ്രത്യേക സ്ത്രീ, ഒരു പ്രത്യേക യുവതി എന്നാണ് അവരുടെ മനസ്സിൽ. ഒരു പ്രത്യേക ശിശു ആരാന്ന് അവർക്കറിയില്ല. എന്നാൽ അങ്ങനെ ചുരുക്കത്തില് ഈ യുവതി ആരാണെന്നോ ആ യുവതിയുടെ ശിശു ആരാണെന്നോ കൃത്യമായിട്ട് ആർക്കും അറിയില്ലായിരുന്നു. BC, ഇപ്പോഴത്തെ ഞാൻ ലേറ്റസ്റ്റ് കാര്യങ്ങൾ പറഞ്ഞത് BC 2 അല്ലെങ്കിൽ 3 ആണ് യേശുക്രിസ്തു ജനിച്ചത്. മുൻപ് പറഞ്ഞിരുന്നത് BC 7 6 ഇടയ്ക്കാണ്. അത് മഹാനായ ഹെറോദസ് മരിച്ചത് BC 4 എന്ന സങ്കല്പത്തിലാണ്. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് തെളിവുകളൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു. ബൈബിളിൽ നടന്ന സംഭവങ്ങൾ ചരിത്രത്തിൽ നടന്ന ക്രമത്തിൽ എന്നോട് ഞാൻ വീഡിയോ ഇട്ടിരുന്നു. അപ്പം അതിൽ ഞാൻ പറഞ്ഞിരുന്നു, ഇപ്പോഴത്തെ എല്ലാ നിഗമനങ്ങളും ശരിവെക്കുന്നത് BC 1 മഹാനായ ഹെറോദസ് മരിച്ചത്. അപ്പം അതിന് കുറച്ച് നാളുകൾക്ക് മുമ്പാണ് യേശു ജനിച്ചത്. അപ്പോൾ BC 2 അല്ലെങ്കിൽ 3 അവസാന ഭാഗത്തായിരിക്കാം. ആ BC 3 2 അല്ലെങ്കിൽ പഴയ കാൽക്കുലേഷൻ അനുസരിച്ചാണെങ്കിൽ BC 7 6 ആണ് ശരിക്കും കന്യകയായ ഒരു സ്ത്രീയിൽ നിന്ന്, കന്യകയായ മറിയത്തിൽ നിന്ന് യേശു ജനിച്ചു. ചരിത്രത്തിൽ അങ്ങനെ സംഭവം ഉണ്ടായി. ആ ചരിത്ര സംഭവമാണ് യെശയ്യായുടെ പ്രവചനത്തിന് അർത്ഥം കൊടുത്തത്. ഇത് ഞാനൊന്ന് അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. ചരിത്രത്തിൽ തീർത്തും കന്യകയായ, ശരിക്കും ശാരീരികമായിട്ടുള്ള അർത്ഥത്തിൽ തന്നെ കന്യകയായ മറിയത്തിൽ നിന്ന് യേശു ജനിച്ചു. അതായത് മാനുഷിക പിതാവില്ലാതെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ കന്യക ഗർഭം ധരിച്ച് കന്യകാത്വത്തിന് ഭംഗം വരാതെ യേശുവിനെ പ്രസവിച്ചു. അങ്ങനെ ശരിക്കും ചരിത്രത്തിൽ സംഭവിച്ചു കഴിഞ്ഞപ്പോഴാണ് യെശയ്യാ പ്രവാചകൻ പറഞ്ഞ പ്രവചനത്തിന് അർത്ഥം കിട്ടിയത്. അതായത് 733 വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് പ്രവചനത്തിന് അർത്ഥം വന്നത്. ഞാൻ ഒന്നുകൂടി പറയാം, 733 വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് പ്രവചനം നൽകപ്പെട്ട് 733 വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ആ പ്രവചനത്തിന് അർത്ഥം കിട്ടിയത്. അതുവരെ ആ പ്രവചനത്തിലെ വാക്കുകൾ അർത്ഥം കാത്തു കിടക്കുകയായിരുന്നു. എപ്പോഴാണ് അർത്ഥം കിട്ടിയത്? വചനത്തിന് ഉടമസ്ഥൻ, അതായത് ദൈവം തന്നെ ചരിത്രത്തിൽ വന്ന് കന്യകയിൽ നിന്ന് പിറന്നപ്പോൾ അപ്പോഴാണ് യെശയ്യാ പറഞ്ഞ പ്രവചനത്തിന് അർത്ഥം കിട്ടിയത്. അതുവരെ പ്രവചനം അർത്ഥം കാത്തു കിടക്കുകയായിരുന്നു. ബൈബിളിലെ പ്രവചനങ്ങൾ ഇങ്ങനെയാണ്.
രക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും നമ്മുടെ ഭാവി, വ്യക്തിപരമായ ഭാവിയല്ല, മനുഷ്യവംശത്തിന്റെ ഭാവിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ പറയൂ. അല്ലാതെ ഞാനൊരു ഫ്ലാറ്റ് വാങ്ങിക്കണം, അച്ഛോ എൻ്റെ തലയിൽ കൈവച്ചെന്ന് പ്രവചിച്ചേൻ, ആ പെൺകുട്ടിയെ കല്യാണം കഴിക്കണോ, അച്ഛൻ കൈവച്ചെന്ന് പ്രാർത്ഥിച്ചേൻ. പ്രാർത്ഥിക്കുന്നത് തെറ്റൊന്നുമില്ല. പക്ഷേ ഇത്തരത്തിൽ ഭാവി പ്രവചിക്കുന്ന, കണിയാന്റെ പോലെ ഭാവി പ്രവചിക്കുന്ന, ജ്യോത്സ്യന്മാരെ പോലെ ഭാവി പ്രവചിക്കുന്ന രീതി ഉണ്ടായാൽ അത് കർത്താവിന് സ്വീകാര്യമല്ല. കൊടിയ അറപ്പുളവാക്കുന്ന കാര്യമാണെന്നാണ് നിയമാവർത്തന ഗ്രന്ഥം 18-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. പ്രവചനം എന്ന് പറയുന്നത് ഈ തരത്തിലാണ്, അല്ലാതെ ഭാവി പ്രവചിക്കുന്നത്, അത്തരം ഭാവി പ്രവചിക്കുന്നതല്ല. വിദൂരമായ ഭാവി എന്ന് പറയുന്നത് പോലും മനുഷ്യവംശത്തിന്റെ ഭാവി, സഭയുടെ ഭാവി, ആ തരത്തിലാണ്. അല്ലാതെ നമ്മുടെ ഒരു വ്യക്തിപരമായ താല്പര്യം അത് ദർശനത്തിലൂടെ പറയുന്നതല്ല. അതാണ് ഈ ജ്യോത്സ്യം പരിപാടിയൊക്കെ, അതൊന്നും നമുക്ക് ചേരില്ല. ചുരുക്കത്തിൽ ആവർത്തിക്കുകയാണ്, യെശയ്യാക്ക് പോലും, യെശയ്യാ പരിശുദ്ധാത്മാൻ പ്രചോദനത്തിലാണ് ഈ പ്രവചനം നൽകുന്നത്. യെശയ്യാക്ക് പോലും കൃത്യമായിട്ട് അറിയില്ലായിരുന്നു ആരെക്കുറിച്ചാണ് പറയണേ. അതായത് ഈ യുവതി ആരാണെന്നോ ഈ ഇമ്മാനുവേൽ ശിശു ആരാണെന്നോ കൃത്യമായി യെശയ്യാ പ്രവാചകനെ പോലും അറിയില്ല. ദൈവം ഇങ്ങനെ ആവേശിച്ചിരിക്കുകയാണ്, അപ്പോഴാണ് പ്രവചനം നൽകുക. അങ്ങനെ പറയുമ്പോൾ അവരെന്താ പറയണമെന്ന് അവർക്ക് ബോധമുണ്ടാകണമെന്ന് നിർബന്ധമില്ല. അങ്ങനെയുള്ള ഒരു പ്രവചനമാണ് ഈ പ്രവചനം, ഈ യെശയ്യാ പ്രവാചകന്റെ. അപ്പോൾ നമുക്ക് ഈ എന്താ ഉത്തരം കൊടുക്കുക? എന്തുകൊണ്ടാണ് യുവതി എന്ന വാക്ക് വന്നത്, എങ്ങനെയാണ് കന്യക എന്ന വാക്ക് വന്നത്, ഇതൊക്കെ നമുക്ക് ചരിത്രം മനസ്സിലായി. ഇനി നമുക്കൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. അപ്പോൾ ശരിക്കും കന്യകയിൽ നിന്ന് തന്നെയാണോ യേശു ജനിച്ചത്? യേശു കന്യകയിൽ നിന്ന് തന്നെയാണോ ജനിച്ചത്? അതൊരു കെട്ടുകഥയാണോ, മിത്ത് ആണോ? മിത്ത് ഇപ്പൊ ഈ അടുത്ത കാലത്ത് മിത്ത് വലിയൊരു പ്രശ്നമാണല്ലോ. മിത്ത് ഒരു മിത്ത് ആണോ, ഒരു കെട്ടുകഥയാണോ, അല്ലെങ്കിൽ ഒരു പുരാണമാണോ? അതോ ശരിക്കും കന്യകയിൽ ജനിച്ചോ? നിങ്ങൾ ചിലപ്പോൾ ദൈവശാസ്ത്ര ക്ലാസ്സുകളിലൊക്കെ കേൾക്കാനാണ് സാധ്യതയുള്ള 2-3 കാര്യങ്ങളൊന്ന് പറഞ്ഞിട്ട് ഞാൻ അതിൻ്റെ ഫൈനൽ ഉത്തരം പറയാം. മറ്റ് മതങ്ങളിൽ, നമ്മുടെ നാട്ടിലടക്കം മറ്റ് മതങ്ങളിൽ ദേവീദേവന്മാരുടെ അത്ഭുതകരമായ ജനനങ്ങളെക്കുറിച്ച് കഥകളുണ്ട്. അത്തരം കഥകൾ ഒരു ആവർത്തനമോ അനുകരണമോ ആണോ മത്തായി എഴുതിയിരിക്കുന്നത്? ചില ഉദാഹരണങ്ങൾ. ഈജിപ്തിലെ ഫറോമാരുടെ ജനനത്തെക്കുറിച്ചുള്ള ഐതിഹ്യമുണ്ട്. ദേവൻ ഒരു സ്ത്രീയെ സമീപിക്കുന്നു. ദേവന് സ്ത്രീയിൽ നിന്ന് ഒരു ദിവ്യ ശിശുവിനെ ലഭിക്കുന്നു. ആ ദിവ്യ ശിശുവാണ് ഫറവോ, ഈജിപ്തിലെ ചക്രവർത്തിയായ ഫറവോ. ഈജിപ്തിലെ രാജാക്കന്മാർക്ക്, ചക്രവർത്തിമാർക്ക് ദൈവികമായ അധികാരമുണ്ടെന്ന് സ്ഥാപിക്കാനായി, അദ്ദേഹത്തിന് ദിവ്യത്വം കൽപ്പിക്കാനായി രൂപം കൊടുക്കുന്ന കഥയാണിതെന്ന് നിസ്സംശയം പറയാം. രാജാവിനെ ദൈവത്തിന്റെ തലത്തിലേക്ക്, ദൈവപുത്രന്റെ തലത്തിലേക്ക് ഉയർത്താനുള്ള ഒരു രാഷ്ട്രീയ ദൈവശാസ്ത്രം, എ പൊളിറ്റിക്കൽ തിയോളജി, അതാണ് ഇതിന്റെ പുറകിലുള്ളത്. അതായത് ദേവൻ ഒരു സ്ത്രീയെ സമീപിക്കുന്നു, അവൾ ഗർഭിണിയാകുന്നു, അവളിൽ നിന്ന് ജനിക്കുന്ന ദിവ്യ ശിശുവാണ് ഫറവോ ചക്രവർത്തി. അപ്പോൾ രാജാവിന് ദൈവത്വമുണ്ടെന്നും രാജാവിൻ്റെ ഈ രാഷ്ട്രീയ അധികാരത്തിന് ദൈവം കൽപ്പിച്ച് നൽകിയ ഒരു സംരക്ഷണമുണ്ടെന്നും രാജാവിനോട് മറുതലിച്ച് പറയാൻ പാടില്ലെന്നൊക്കെ കാണിക്കാനുള്ള ഒരു രാഷ്ട്രീയ ദൈവശാസ്ത്രമാണ് ഇത്തരം കഥകൾ ഉണ്ടാക്കുന്നതിന് പുറകിലുള്ളത്. ഇങ്ങനെ ഒരു രാഷ്ട്രീയ ദൈവശാസ്ത്രം യേശുവിനുണ്ടായിരുന്നോ? രാഷ്ട്രീയ താല്പര്യം മറിയത്തിനോ യേശുവിനോ ഒരു രാഷ്ട്രീയ താല്പര്യം ഉണ്ടായിരുന്നോ? ആദിമസഭയ്ക്ക് ഉണ്ടായിരുന്നോ? ഇല്ല. ഉണ്ടോ? ഒരു ഘട്ടത്തിലുണ്ടായിട്ടില്ല. സഭയ്ക്കുണ്ടായിട്ടില്ല. പിന്നീട് ഉണ്ടായിട്ടുണ്ട്. പിന്നീട് ദേശരാഷ്ട്രം തന്നെ സഭ എങ്ങനെ ക്രിസ്തുവിശ്വാസം സ്വീകരിച്ചപ്പോൾ ചില രാഷ്ട്രീയ താല്പര്യങ്ങൾ വന്നിട്ടുണ്ട്. അതൊരു എന്താ പറയുക, വഴിതെറ്റി സഞ്ചരിച്ചൊരു രീതിയാണ്. ഞാൻ ചോദിക്കുന്നത്, ഈ മത്തായി സുവിശേഷം എഴുതുന്ന കാലയളവിൽ സഭയ്ക്കോ യേശുക്രിസ്തുവിന് ശിഷ്യന്മാർക്കോ മറിയത്തിനോ ഇത്തരമൊരു രാഷ്ട്രീയ താല്പര്യം ഉണ്ടായിരുന്നോ? അതായത് മറിയത്തിന്റെ ശിശു ദിവ്യ ശിശുവായിരിക്കുമെന്നും അവൻ രാഷ്ട്രീയ അധികാരമുള്ള ദൈവത്വമുള്ള ചക്രവർത്തി ആയിരിക്കുമെന്നും അങ്ങനെയുള്ള ഏതെങ്കിലും രാഷ്ട്രീയ താല്പര്യം യേശുവിനുണ്ടായിരുന്നോ? എൻ്റെ രാജ്യം ഇഹലോക സംബന്ധമല്ലെന്നല്ലേ കർത്താവ് പറഞ്ഞേ? ഐഹികമല്ല, ഇഹലോകത്തുമായിട്ട് ബന്ധപ്പെട്ടതല്ല. എൻ്റെ രാജ്യം അങ്ങനെ ആയിരുന്നെങ്കിൽ എൻ്റെ പട്ടാളക്കാരെ എന്നെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ പോരാടുമായിരുന്നില്ലേ? വാളതിൻ്റെ ഉറയിലിടുക എന്നാണ് പത്രോസിനോട് പറഞ്ഞത്. ചുരുക്കത്തില്
ഈ ഇത്തരം ഒരു രാഷ്ട്രീയ മോഹത്തിൽ നിന്നോ രാഷ്ട്രീയ ദൈവശാസ്ത്രത്തിൽ നിന്നോ ആദിമസഭയോ ആരെങ്കിലുമോ രൂപം കൊടുത്ത ഒരു കെട്ടുകഥയോ രാഷ്ട്രീയ സിദ്ധാന്തമോ അല്ല കന്യകയുടെ ഗർഭധാരണം. യേശുവിന് ദൈവത്വമുണ്ടെന്ന് തെളിയിക്കാനും ആ ദൈവത്തിൽ നിന്ന് വരുന്നത് ദൈവത്വം മറ്റുള്ളവരുടെ മേല് മെക്കെട്ട് കയറാൻ, രാഷ്ട്രീയമായിട്ട് മെക്കെട്ട് കയറാനുള്ള അവകാശം കൊടുക്കുന്നുവെന്നും സ്ഥാപിക്കാൻ വേണ്ടിയുള്ള ഒരു കഥ ഉണ്ടാക്കിയതല്ല എന്ന കാര്യത്തിൽ അത് പകല് പോലെ സ്പഷ്ടമാണ്. രണ്ടാമത്തെ ഒരു പുരാണ സ്വഭാവമുള്ള രീതി പൂർവ്വപിതാക്കന്മാര് ഇല്ലേ, പൂർവ്വപിതാക്കന്മാര് ദൈവിക ബീജത്തിൽ നിന്ന് ഉരുവാകുന്നു എന്ന് പല കഥകളുണ്ട്. ഈ പൂർവ്വപിതാക്കന്മാര് ദൈവിക ബീജത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു. അലക്സാണ്ട്രിയയിലെ ഫിലോ എന്ന് പറയുന്ന അലക്സാണ്ട്രിയയിലെ ഫിലോ അതൊരു യഹൂദ പണ്ഡിതനാണ്. അദ്ദേഹം ക്രിസ്തുവർഷം 40കളിൽ യേശുവിന്റെ ഒരു സമകാലികൻ പോലത്തെ ഒരാളാണ്. അതിൽ അദ്ദേഹം പറഞ്ഞ ചില ആശയങ്ങൾ ഈ കന്യക ഗർഭധാരണമായിട്ട് ബന്ധമുണ്ടെന്നാണ് ചില വേദശാസ്ത്രികൾ പറയണേ. ഒന്നാമത്തിൽ ഈ ഫൈലോ എന്ന് പറയുന്ന അലക്സാണ്ടറിലെ ഫൈലോ അല്ലെങ്കിൽ അലക്സാണ്ടറിലെ ഫിലോ യഹൂദ ദൈവശാസ്ത്രജ്ഞൻ, അദ്ദേഹം ഈ ഇങ്ങനെ പൂർവ്വപിതാക്കന്മാര് ദൈവിക ബീജത്തിൽ ജനിക്കുന്നു എന്ന് പറയുന്നത് ഒരു ലാക്ഷണിക കഥയായിട്ടാണ്, ചരിത്ര സംഭവമായിട്ടല്ല. മാത്രമല്ല ഈ ദൈവിക ബീജം ആയിട്ട് വരുന്നത് വിവിധ പുണ്യങ്ങളെയാണ് ഈ പൂർവ്വപിതാക്കളുടെ ഭാര്യമാരായിട്ട് സങ്കല്പിക്കുന്നത്. പുണ്യങ്ങളെ, ചിലർക്ക് വിശ്വാസമാണ് ഭാര്യ, ചിലർക്ക് സ്നേഹമാണ് ഭാര്യ, ചിലർക്ക് സത്യമാണ് ഭാര്യ, ചിലർക്ക് ജ്ഞാനമാണ് ഭാര്യ. അല്ലെങ്കിൽ ശരിക്കുള്ള ഭാര്യമാരല്ല, സ്ത്രീകളെ കുറിച്ചല്ല പറയണേ. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുന്നത്, അബ്രാഹാം വിശ്വാസത്തെ കല്യാണം കഴിച്ചു എന്ന് വെച്ചാൽ ഇനി വിശ്വാസത്തെ ഡൈവോഴ്സ് ചെയ്യാൻ പറ്റില്ല. വിശ്വാസമാണ് അബ്രാഹത്തിന്റെ ഭാര്യ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സങ്കല്പം. അപ്പോൾ അതിനെയാണ് വിശുദ്ധ ബീജം എന്ന് പറയണേ. വിശ്വാസം, അല്ലെങ്കിൽ ഇസഹാക്ക് അപ്പനോടുള്ള സ്നേഹം, പ്രിയപ്പെട്ട മകൻ ഇല്ലേ, തന്നെ കൊല്ലാൻ കൊണ്ടുപോകുന്ന അപ്പൻ അപ്പോഴും ഓടിപ്പോകുകയല്ല, അപ്പനടുത്ത് ഓടിപ്പോകുകയല്ല, അപ്പന്റെ ഇഷ്ടത്തിന് ഇറങ്ങിക്കൊടുക്കുന്ന ഒരു മകൻ. അപ്പോൾ അപ്പനോടുള്ള ബഹുമാനമാണ് ഇസഹാക്കിന്റെ ഭാര്യ, മാതാപിതാക്കളുടെ ബഹുമാനം. ഇങ്ങനെ ഓരോ പുണ്യങ്ങളെയാണ് ഭാര്യമാരായി സങ്കല്പിച്ചിരിക്കുന്നത്. അതാണ് ഫൈലോ പറയുന്നത്. ആ കഥയും യേശുവിന്റെ ഈ മറിയം എന്ന കന്യകയുടെ ഗർഭധാരണത്തിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒരു ബന്ധവുമില്ലല്ലോ. അതും വേറൊരു കഥ. അതായത് പൂർവ്വപിതാക്കന്മാര് വളരെ സത്യസന്ധമായിട്ടും വിശ്വാസത്തിലും സ്നേഹത്തിലൊക്കെ ജീവിച്ചിരുന്നു എന്ന് കാണിക്കാനുള്ള ഒരു ലാക്ഷണിക കഥ, അലിഗറി. മൂന്നാമത്തെ ഒരു ഇത് പറയുന്നത് സാമ്യങ്ങള് ഗ്രീസിലും പിന്നെ റോമായിലും ഉണ്ടായിരുന്ന, വിജാതി ലോകത്തുണ്ടായിരുന്ന അത്ഭുതകരമായ ജനനങ്ങൾ, അത് കന്യകയുടെ ഗർഭധാരണത്തെ സ്വാധീനിച്ച പുരാണങ്ങളായിട്ട് ചിലർ പറയുന്നു, ചില വേദശാസ്ത്രികൾ. ഉദാഹരണം പറഞ്ഞാൽ സെവുസ് അൽക്കമേനെ ബന്ധത്തിൽ ജനിച്ച ഹെറാക്ലസ്. ഇപ്പം നമ്മൾ ഹെർക്കുലീസ് എന്ന് പറയല്ലോ, ഹെർക്കുലീസ്. സെവുസ് എന്ന ദേവൻ, അൽക്കമേന എന്ന ദേവി, അവരുടെ ബന്ധത്തിൽ ജനിച്ച ഹെറാക്ലസ്, അതായത് ഹെർക്കുലീസ്. സെവുസ് ദേവന്റെ ഭാര്യയായിരുന്നു ഹെറാദേവി. എന്നാൽ സെവുസ് ദേവൻ മനുഷ്യന്റെ പ്രച്ഛന്ന വേഷത്തില് അൽക്കമേന എന്ന മനുഷ്യ സ്ത്രീയുടെ അരികിലെത്തി അവളുടെ ഭർത്താവായ അംഫിട്രിയോണിന്റെ രൂപത്തിൽ അവളെ സമീപിച്ച് ആ ബന്ധത്തിൽ ഉണ്ടായ അർദ്ധനാരീശ്വരൻ, അതാണ് ഹെറാക്ലസ്. ഇതാണ് ഈ പുരാണത്തിലുള്ളത്. ഇക്കാര്യം അറിഞ്ഞപ്പോൾ മുതൽ ഹെറാക്ലസിനെ സെവുസിന്റെ മകന്റെ വളർത്തച്ഛനായി അംഫിട്രിയോൺ എന്നൊരാള്. സെവുസ് ദേവന്റെ ഭാര്യ ഹെറാദേവി ഈ തന്റെ ഭർത്താവ് ഇങ്ങനെ പ്രച്ഛന്ന വേഷത്തിൽ പോയി ഒരു മനുഷ്യത്വമായി ബന്ധപ്പെട്ടെന്നെല്ലാം അറിഞ്ഞപ്പോൾ അതിൽ നിന്ന് ജനിച്ച, ആ ബന്ധത്തിൽ ജനിച്ച ഹെറാക്ലസിനെ പീഡിപ്പിക്കാൻ തുടങ്ങി. ഇതാണ് ഒരു പുരാണം. വേറൊരു പുരാണം, സെവോസ് അക്രീസിയൂസ് ബന്ധത്തിൽ ജനിച്ച പെർസേവോസ്. ഇതൊക്കെ ഇങ്ങനെ ഗ്രീസിലെ പുരാണങ്ങളാണ്. ഇപ്പൊ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് വാക്കുകളെല്ലാം കേൾക്കുമ്പം അപരിചിതത്വം തോന്നുമെങ്കിലും നമ്മുടെ നാട്ടിൽ ഇത്തരം പുരാണങ്ങളുണ്ട്, നമുക്ക് അതിലേക്ക് വരാം. അപ്പൊ ഗ്രീസില്, റോമായില് ഇത്തരം പുരാണങ്ങളുണ്ട്, ദേവനും ദേവിയും തമ്മിലുള്ള ബന്ധത്തിൽ ജനിക്കുന്ന കുട്ടികളുടെ. അടുത്തൊരു ഉദാഹരണമാണ് സെവുസ് അക്രീസിയൂസ് ബന്ധത്തിൽ ജനിച്ച പെർസേവോസ്. അർഗോസിലെ രാജാവിന്റെ മകളായിരുന്നു അക്രീസിയൂസ്. മകൾക്കുണ്ടാകുന്ന ശിശു തന്നെ വധിക്കുമെന്ന് ഡൽഹിയിൽ അരുളപ്പാട് നിറഞ്ഞ രാജാവ് അവളെ വെങ്കലം കൊണ്ട് നിർമ്മിച്ച അറയ്ക്കുള്ളിൽ പൂട്ടിയിട്ടു. സ്വർണ്ണപ്പണിക്കാരന്റെ വേഷത്തിൽ സെവുസ് ദേവൻ അവളെ സമീപിച്ചു, അവളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു. അതിൽ നിന്നുണ്ടായ ശിശുവാണ് പെർസേവോസ് എന്നാണ് ഈ ഐതിഹ്യം. ഇങ്ങനെ നിരവധി പുരാണങ്ങളുണ്ട് ഗ്രീക്ക് മിത്തോളജിയിൽ. ദേവന്മാർ മനുഷ്യ സ്ത്രീകളും മക്കളെ ജനിപ്പിക്കുന്ന ഈ പാരമ്പര്യങ്ങൾ ഒന്നും തന്നെ കന്യകയുടെ ഗർഭധാരണമില്ല.
ഈ പറഞ്ഞ ഒരു സ്ഥലത്തും ആ സ്ത്രീ കന്യകയായിരുന്നെന്ന് ഒരു പരാമർശം പോലും ഇല്ല. മാത്രമല്ല, സ്ത്രീയെ മാനുഷിക ഭർത്താവില്ലാതെ തന്നെ ദേവർമാർ ഗർഭിണികളാക്കുകയാണ് സ്ത്രീയെ. ആ സ്ത്രീ കന്യകയല്ല. പറഞ്ഞു മനസ്സിലായോ? ഈ സ്ത്രീയെ മാനുഷിക ഭർത്താവില്ലാതെ ദേവന്മാർ ഗർഭിണികളാക്കുന്നു. അതായത് ദേവനും ദേവിയും തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. ആ സ്ത്രീ ആകട്ടെ കന്യകയല്ല താനും. ഇതാണ് പുരാണങ്ങളില്. ഇവയോട് തുല്യം ചെയ്യുന്ന പുരാണങ്ങൾ ഇന്ത്യയിലുണ്ട്. ദേവകിയുടെ ഗർഭപാത്രത്തിലേക്ക് വിഷ്ണു ഇറങ്ങി വന്നു. അവൾ ഗർഭം ധരിച്ച് കൃഷ്ണനെ പ്രസവിച്ചു. വിഷ്ണു പുരാണത്തിൽ അങ്ങനെയാണ്. ദേവകി കന്യകയായിരുന്നോ? അല്ല. കൃഷ്ണനെ പ്രസവിക്കുന്നതിന് മുമ്പ് 7 മക്കളെ ദേവകി പ്രസവിച്ചിരുന്നു. അതിനാൽ ഇത്തരം പുരാണങ്ങൾ ഗ്രീസിലാകട്ടെ റോമയിലാകട്ടെ ഇന്ത്യയിലാകട്ടെ ഇത്തരം പുരാണങ്ങളിലൊന്നും ഈ സ്ത്രീകൾ കന്യകയായിരുന്നുവെന്ന് സൂചിപ്പിച്ചിട്ടില്ല. ഒരു പ്രശ്നം. 2, മറിയത്തിന്റെ കാര്യത്തിൽ ദേവനും ദേവിയും തമ്മിലുള്ള ഒരു ലൈംഗിക സംയോഗം പോലെ ഒരു പരിപാടിയേ ഇല്ല. ഉണ്ടോ? പരിശുദ്ധാത്മാവും മറിയും കൂടി ഒരു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടോ? ദൈവവും മറിയും ഒരു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടോ? ഇല്ല. ദൈവത്തിന്റെ സൃഷ്ടിക്കാനുള്ള കഴിവ് ആയ പരിശുദ്ധാത്മാവ്, ആ പരിശുദ്ധാത്മാവിന് ശക്തി പ്രവർത്തിക്കുകയാണ്. അല്ലാതെ ദേവൻ ഒരു സ്ത്രീയെ സമീപിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവ് മറിയത്തെ സമീപിച്ച് രണ്ടുപേരും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയല്ല. ദൈവം മറിയത്തിന്റെ ലൈംഗിക പങ്കാളിയല്ല. പരിശുദ്ധാത്മാവ് മറിയത്തിന്റെ ലൈംഗിക പങ്കാളിയല്ല. അതുകൊണ്ട് തന്നെ ഈ പുരാണങ്ങളിൽ പറയുന്നതുമായിട്ടും കന്യകയുടെ ഗർഭധാരണം തമ്മിൽ ബന്ധമില്ല. ഭാരതീയ പുരാണങ്ങളാവട്ടെ, ഗ്രീസിലെ പുരാണങ്ങളാവട്ടെ, റോമായിലെ പുരാണങ്ങളാവട്ടെ, ഇതൊക്കെ സുവിശേഷകന്മാർക്ക് അറിവുണ്ടായിരുന്നു എന്ന് സ്ഥാപിക്കണം. അറിവുണ്ടായിരുന്നാലും ആ പുരാണങ്ങൾ ഉപയോഗിച്ച് യേശുവിന്റെ രഹസ്യം വെളിപ്പെടുത്തുന്നതിൽ പ്രശ്നമില്ലായിരുന്നു എന്ന് അവർ കരുതി എന്ന് നമ്മൾ വിചാരിക്കണം. അതൊക്കെ ശരിയായിരിക്കുമോ? വളരെ വിദൂരമായ സാധ്യത പോലും കൽപ്പിക്കാനില്ല. ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. ബൈബിളിലെ കന്യകയുടെ ഗർഭധാരണത്തോട് തുലനം ചെയ്യാവുന്ന ഒരു പുരാണവും ഗ്രീസിലോ റോമായിലോ ഭാരതത്തിലോ ഇല്ല. യേശുവിന്റെ ജനനവും ഗ്രീസ് റോമൻ പുരാണങ്ങളും ഭാരതീയ പുരാണങ്ങളും തമ്മിലുള്ള അന്തരങ്ങളുടെ വ്യാപ്തി നിമിത്തം അവ തമ്മിൽ എന്തെങ്കിലും പൊരുത്തമോ സമാനതകളോ ഉണ്ടെന്ന് പോലും സമ്മതിക്കാൻ പറ്റില്ല. അന്തരങ്ങൾ അത്ര വലുതാണ്. അതിനാൽ അവ തമ്മിൽ എന്തെങ്കിലും പൊരുത്തമോ സമാനതകളോ ഉണ്ടെന്ന് സമ്മതിക്കാൻ പോലും നിവൃത്തിയില്ല. അത്ര വ്യത്യാസമുണ്ട്. ഇനിയിപ്പോ അവര് ഈ സുവിശേഷകന്മാരോ ആദിമസഭ അറിഞ്ഞിരുന്നെങ്കിൽ തന്നെ ആദിമസഭയ്ക്ക് അത് അറിയാമായിരുന്നതിന് നമ്മുടെ കയ്യിൽ തെളിവുണ്ടോ? അറിഞ്ഞിരുന്നെങ്കിൽ തന്നെ ഈ വിജാതീയ പാരമ്പര്യം ക്രിസ്തുധർമ്മത്തിലേക്ക് സ്വീകരിക്കാൻ ആദിമസഭയ്ക്ക് വിരോധമില്ലായിരുന്നു എന്ന് കരുതാൻ പറ്റുമോ? മൂന്നാമതായി, ഈ വിജാതീയ ദിവ്യഗർഭങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞത് ആവർത്തിക്കുകയാണ്, ദേവ മനുഷ്യ ലൈംഗിക വേക്ഷയുണ്ട്. ഈ വിജാതീയ ദിവ്യഗർഭങ്ങളിലെല്ലാം ദേവനും മനുഷ്യ സ്ത്രീയും തമ്മിൽ ലൈംഗികമായിട്ടുള്ള ബന്ധമുണ്ട്, വേക്ഷയുണ്ട്. മറിയത്തിന്റെ കാര്യത്തിൽ അങ്ങനെ ഇല്ല. മത്തായി പറയുന്നത് ദൈവം മറിയത്തിന്റെ ഭർത്താവല്ല, പരിശുദ്ധാത്മാവിലൂടെ രഹസ്യമായി ഗർഭധാരണം നടക്കുകയാണ്. മറിയത്തിന്റെയും പരിശുദ്ധാത്മാവിന്റെയും ലൈംഗിക സംയോഗത്തിലൂടെയല്ല യേശു ജനിക്കുന്നത്. ദൈവത്തിന്റെ ഏകത്വവും, ദൈവം ഏകനാണ്, ഒരേ ഒരു കർത്താവ്. ദൈവവും സൃഷ്ടികളും തമ്മിൽ നിലനിൽക്കുന്ന അനന്തവും അമേയവുമായ അകലവും സുവിശേഷങ്ങളിൽ വളരെ വ്യക്തമാണ്. ഈ ദൈവം മനുഷ്യൻ തമ്മിൽ വളരെ അകലച്ചയുണ്ട്. അവൻ അതീതനാണ്, തീർത്തും അപരനാണ്. ദൈവം ഒരേ ഒരു കർത്താവാണ്. അവിടെ ഒരു മിശ്രിതമില്ല, ഒരു അർദ്ധദൈവമില്ല, എ ഡെമി ഗോഡ്, അർദ്ധദൈവമില്ല. ദൈവത്തിന്റെ സർഗാത്മക വചനം, ആ വചനത്തിന് മറിയം കൊടുക്കുന്ന അനുസരണം, കാതുകൾ തുറന്നു കൊടുക്കുക, അനുസരണം, അതിലൂടെയാണ് ഈ പരിശുദ്ധാത്മാവും മറിയത്തിൽ പ്രവർത്തിക്കുന്നത്. ദൈവത്തിന്റെ സർഗശക്തി, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച അവന്റെ സർഗശക്തി മറിയത്തിന്റെ ഈ കാതിലൂടെ, വിശ്വാസത്തിന്റെ കവാടമായ കാതിലൂടെ വചനം പ്രവേശിക്കുകയാണ്. ദൈവത്തിന്റെ സർഗശക്തിയുടെ വചനം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ ആ വചനം, ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ ഉണ്ടായി, ആ വചനമാണ്, അതാണ് സർഗാത്മക വചനം എന്ന് പറയണേ. ആ വചനത്തിന് മറിയം സമ്മതം മൂളിയപ്പോൾ, നിന്റെ വാക്ക്, നിന്റെ വചനം പോലെ എന്നിലാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ, ആ വചനത്തിന്റെ ശക്തി കൊണ്ടാണ് മറിയം ഗർഭം ധരിക്കണേ. അല്ലാതെ പരിശുദ്ധാത്മാവും മറിയും
ലൈംഗികമായി ബന്ധപ്പെടുകയോ ദൈവവും മറിയോ ലൈംഗികമായി ബന്ധപ്പെടുകയോ അല്ല. വിജാതി പുരാണങ്ങളിലൊക്കെ അത്തരം ലൈംഗിക വേക്ഷകൾ ഉണ്ട്. ഇവിടെ അതില്ല. അതിനാൽ മിത്തുകളുടെയും കെട്ടുകഥകളുടെയും പുതിയൊരു ഘട്ടമല്ല മത്തായി എഴുതി വച്ചിരിക്കുന്നത്. അവ മറിയത്തിന്റെയും യോസഫിന്റെയും കുടുംബ പാരമ്പര്യങ്ങളിൽ നിന്ന് മത്തായിക്ക് ലഭിച്ചതാണ്. ചരിത്രത്തിൽ നടന്ന സംഭവങ്ങളുടെ ഓർമ്മക്കുറിപ്പുകൾ തലമുറകളിലേക്ക് പകർന്നു കിട്ടിയതാണ്. ചരിത്രത്തിൽ നടന്ന സംഭവത്തിന്റെ ഓർമ്മക്കുറിപ്പുകളാണത്. സുവിശേഷ രചനയുടെ അവസാന ഘട്ടത്തിലാണ് അത് സുവിശേഷത്തിലേക്ക് കൂട്ടിച്ചേർത്തത്. അതുകൊണ്ടാണ് യേശുവിന്റെ ജനനം സംബന്ധിച്ച രഹസ്യം കുറച്ച് ഏറ്റവും അവസാനമാണത് സുവിശേഷങ്ങളിൽ സ്ഥാനം പിടിച്ചത്. അതിനർത്ഥം ആ രഹസ്യങ്ങൾ അന്ന് അറിയപ്പെട്ടിരുന്നെന്നാണ്. അതായത് മത്തായി സുവിശേഷം പ്രസിദ്ധീകരിക്കുന്ന സമയത്ത്, അതായത് ക്രിസ്തുവർഷം 62, 63, 64, 65 കാലം, ആ സമയത്താണ് മത്തായി സുവിശേഷം പ്രസിദ്ധീകരിക്കണേ. യേശു മരിച്ചിട്ട് 10-20 കൊല്ലം ആവണേ ഉള്ളൂ. ആ സമയത്ത് തന്നെ ഈ വക ചരിത്ര സത്യങ്ങളെല്ലാം സഭയിൽ അറിവുണ്ടായിരുന്നു. ആ അറിവുണ്ടായിരുന്ന കാര്യമാണ് എഴുതി വെച്ചിരിക്കുന്നത്. എഴുതി വെച്ചത് കൊണ്ട് അറിവുണ്ടാകുകയല്ല. അത് പെന്തക്കോസ്തുകാരും യഹോവസാക്ഷികളും ഒക്കെ അങ്ങനെ പറയുള്ളൂ. എഴുതി വെച്ചത് കൊണ്ട് അറിവുണ്ടാകുകയല്ല. സഭയിൽ നിലനിന്നിരുന്ന സത്യത്തെ എഴുതി വെച്ചിരിക്കുകയാണ്. ഞാൻ ഒന്നുകൂടി പറയാം, സഭയിൽ നിലനിന്നിരുന്ന സത്യം, ചരിത്ര വസ്തുത മത്തായി എഴുതി വെച്ചു. അല്ലാണ്ട് മത്തായി എഴുതി വെച്ചത് കൊണ്ട് സഭയിൽ ഉണ്ടായതല്ല. വളരെ വലിയ വ്യത്യാസമുണ്ട് ഇത് കേട്ടോ. ഈ ദൈവിക രഹസ്യം അധികം പേര് അറിയരുത് എന്ന് മറിയം ആഗ്രഹിച്ചിട്ടുണ്ടാവും. അത് മറിയം മരിക്കുന്നതിന് മുമ്പായിരിക്കും വെളിപ്പെടുത്തിയുണ്ടാവുക. അതൊരു കുടുംബത്തിന്റെ, നമ്മുടെ വീടുകളിൽ ഇതൊരു ഇപ്പോഴും രഹസ്യമല്ലേ, രഹസ്യമായിരിക്കണ്ടേ. നമ്മൾ ആരെങ്കിലും അപ്പനോടോ അമ്മയോടോ ഇന്നലെ നിങ്ങൾ ചെയ്തോ എന്ന് ചോദിക്കുവോ? കൂട്ടുകാരന്മാരോട് പോലും ചോദിക്കുവോ? ചിലപ്പോൾ വളരെ തമാശയായിട്ടൊക്കെ പറയുമെങ്കിലും അതൊരു മഹാരഹസ്യ. ആ രഹസ്യത്തിന് മുമ്പിൽ നമ്മൾ ആദരവോടെ മാറി നിൽക്കുകയുള്ളൂ. നമ്മൾ നമ്മുടെ നാട്ടിലും യൂറോപ്പിലും ഒക്കെ ഉണ്ട്, ഒരാള് മാന്യമായിട്ടല്ല വസ്ത്രം ധരിച്ചെങ്കിൽ ഇവളെന്താണ് ഇതിങ്ങനെ കാട്ടി നടക്കണേന്ന് ചോദിക്കും. എൻ്റെ ശരീരമാണ്, എനിക്ക് തോന്നിയ പോലെ നടക്കുന്നൊക്കെ പറഞ്ഞാൽ അത് നിങ്ങളുടെ വീട്ടിൽ, അങ്ങാടി, ഈ റോഡ് ഞങ്ങളുടെയും കൂടിയാണല്ലോ. അപ്പം ഞങ്ങൾ നോക്കുമ്പോൾ ഞങ്ങൾക്ക് അരോചകമാകുന്ന തരത്തിൽ നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്നാണ് സമൂഹം പറയുക. സമൂഹത്തിന്റെ പ്രശ്നങ്ങൾ കാണാതിരിക്കാം, എങ്കിലും മറ്റുള്ളവരെ പ്രകോപിപ്പിക്കുന്ന തരത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയില്ല. ഞാൻ വസ്ത്രമില്ലാണ്ട് നടക്കും, നിങ്ങൾക്ക് എന്താ കുഴപ്പം ചോദിച്ചാൽ, എൻ്റെ ശരീരമെല്ലാം ചോദിച്ചാൽ അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. ഞങ്ങൾ കാണാത്തപ്പോൾ, ഞങ്ങൾ കാണുമ്പോഴാണെങ്കിൽ ഞങ്ങൾക്ക് കൂടി സ്വീകാര്യമായിരിക്കണം. അത് സമുദായം വേണ്ടേ? വ്യക്തിയുടെ സ്വാതന്ത്ര്യം പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് സമുദായത്തിനെയും. അതേസമയം ഈ സദാചാര ഗുണ്ടായുസം പാടില്ല താനും. അപ്പൊ അതിനൊരു ബാലൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ഈ മറിയത്തിൽ സംഭവിച്ചത് ഒരു മഹാരഹസ്യമാണ്. നമ്മുടെ കുടുംബത്തിൽ നടക്കുന്ന രഹസ്യം പോലത്തെ രഹസ്യം, അതുപോലത്തെ അല്ല, മഹാത്ഭുതമായ രഹസ്യം. പക്ഷെ നമ്മുടെ കുടുംബത്തിൽ നടക്കുന്ന ഒരു കുഞ്ഞുണ്ടാകുന്ന രഹസ്യം പോലും നമ്മൾ പുറത്ത് സംസാരിക്കാറില്ല, ആരും സംസാരിക്കാറില്ല. അത് അങ്ങേയറ്റം ബഹുമാനത്തോടെ നിൽക്കേണ്ട ഒരു സംഗതിയാണ്. ആ ലൈംഗിക വേഷ ഉണ്ടെങ്കിലും മാതാപിതാക്കൾ തമ്മിൽ അത് പുറത്ത് നമ്മൾ പറയില്ല, അത് രഹസ്യമാണ്. അത് ലൈംഗിക വേഷ ഉണ്ടെന്ന് നമുക്ക് അറിയാം, പക്ഷെ നമ്മൾ സംസാരിക്കില്ല. അതിന് മുമ്പിൽ നമ്മൾ ബഹുമാനത്തോടെ നിൽക്കുകയുള്ളൂ. മറിയത്തിൽ സംഭവിച്ചത് മഹാ അത്ഭുതമാണ്, മഹാരഹസ്യമാണ്, മഹാത്ഭുതമാണ്. അത്ഭുതകരമായിട്ട് അവൾ ഗർഭം ധരിച്ചേ. അതിന് മുമ്പിൽ ആദരവോടെ നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും മര്യാദ. അവൾ ആദരവോടെ നിൽക്കുക മാത്രമല്ല, ആ ആദരവ് പാലിക്കുകയും ചെയ്തു. മരിക്കുന്നതിനൊക്കെ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് എന്താ സംഭവിച്ചെന്ന് കൃത്യമായിട്ട് അവൾ വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് ഈ ആദിമസഭയിൽ ഞാൻ പറഞ്ഞല്ലോ, ഈ പാരമ്പര്യങ്ങൾ, അതായത് മത്തായിയുടെയും ലൂക്കായുടെയും സുവിശേഷത്തിൽ കാണുന്ന 2 അധ്യായങ്ങൾ, അത് ഏറ്റവും അവസാനമാണ് സുവിശേഷങ്ങളിലേക്ക് സ്വീകരിക്കപ്പെട്ടത്. കാരണം അത് അവസാന സമയത്താണ്. അത് കുടുംബവൃത്തങ്ങളിലൊക്കെ പറഞ്ഞിരുന്നെങ്കിലും സഭയിൽ അത് ഇങ്ങനെ അറിയാമായിരുന്നെങ്കിലും എഴുതപ്പെട്ടത്, സ്വീകരിക്കപ്പെട്ടത് അവസാന കാലത്താണ്. അതിന് കാരണം ഈ ബഹുമാനമാണ്. അപ്പൊ വീണ്ടും ചോദ്യം, ദൈവത്തിന്റെ ഏകജാതനും ഏക കർത്താവുമായ യേശുക്രിസ്തു ഞാൻ വിശ്വസിക്കുന്നു, അവൻ പരിശുദ്ധാത്മാവിനാൽ കന്യകാമരത്തിൽ പിറന്നു എന്ന് നാം വിശ്വാസ പ്രമാണത്തിൽ ഏറ്റുപറയുന്നത് സത്യമാണോ? അതെ, അത് സത്യമാണ്. അസന്നിഗ്ധമായി നമ്മൾ പറയുന്നു, അത് സത്യമാണ്. ദൈവമായ പരിശുദ്ധാത്മാവും മറിയും തമ്മിൽ ഭൗതികമായ ഒരു സന്ധിക്കലില്ല, ഭൗതികമായ ഒരു സംയോഗമില്ല, ലൈംഗിക വേക്ഷയില്ല. നാം അവിടെ വായിക്കുന്നത് വളരെ ലളിതമായൊരു സംഗതിയാണ്. എന്നിട്ടും എന്താണ് ലളിതമായ സംഗതി?
പരിശുദ്ധാത്മാവിനാൽ അവൾ ഗർഭിണിയായി. അത്രയേ ഉള്ളൂ, ഒറ്റ വാചകം കൊണ്ട് കഴിഞ്ഞു. പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി. അത്രയും ലളിതമായിട്ട് എഴുതിയെങ്കിലും ആ ലാളിത്യം ആ സംഭവത്തിന് അമ്പരപ്പിക്കുന്ന പെരുമ കൊടുക്കുകയാണ്. മറിയത്തിന്റെ അനുസരണമാണ് ദൈവാത്മാവിന് വാതിൽ തുറന്നു കൊടുക്കുന്നത്. ദൈവത്തിന്റെ വചനം, അവൻ സർഗാത്മക ചൈതന്യം അവളിൽ യേശുവിനെ സൃഷ്ടിക്കുകയാണ്. അവളുടെ അനുസരണമാകുന്ന വാതിലിലൂടെയാണ് ദൈവം ഇത് ചെയ്യുന്നത്. ഈ വിധം, ഈ തരത്തിൽ യേശു പുതിയ ആദാമാണ്, കളങ്കപ്പെടാത്ത പുതിയ ആരംഭം. ദൈവഹിതത്തിന് മുമ്പിൽ സ്വയം സ്വത്വത്തിന്റെ സമഷ്ടിയിൽ തന്നെ പ്രതിഷ്ഠിച്ച കന്യകയിൽ നിന്ന് കളങ്കപ്പെടാത്ത പുതിയ ആരംഭമുണ്ടാകുന്നു. ഇതെല്ലാം ബെനഡിക്ട് മാർപ്പാപ്പയുടെ വാക്കുകളാണ്. ഞാൻ ഒന്നുകൂടി പറയുകയാണ്, ഞാൻ ഒന്നുകൂടി വായിക്കുകയാണ്. ദൈവമായ പരിശുദ്ധാത്മാവും മറിയും തമ്മിൽ ഭൗതികമായ സന്ധിക്കലോ സംയോഗമോ ലൈംഗിക വേക്ഷയോ ഇല്ല. നാം മത്തായിയുടെ സുവിശേഷത്തിൽ വായിക്കുന്നത് വളരെ ലളിതമായ സംഗതിയാണ്. പരിശുദ്ധാത്മാവിനാൽ മറിയം ഗർഭിണിയായി. എന്നിട്ടും ആ ലാളിത്യം ആ സംഭവത്തിന് അമ്പരപ്പിക്കുന്ന പെരുമ കൊടുക്കുന്നു. മറിയത്തിന്റെ അനുസരണമാണ് ദൈവാത്മാവിന്, പരിശുദ്ധാത്മാവിന് വാതിൽ തുറന്നു കൊടുക്കുന്നത്. ദൈവത്തിന്റെ വചനം, അവന്റെ സർഗാത്മക ചൈതന്യം അവളിൽ ശിശുവിനെ സൃഷ്ടിക്കുന്നു. അവളുടെ അനുസരണമാകുന്ന വാതിലിലൂടെയാണ് ദൈവം ഇത് ചെയ്യുന്നത്. ഈ ഈ ഈ വിധത്തില് യേശു പുതിയ ആദാമാണ്, കളങ്കപ്പെടാത്ത പുതിയ ആരംഭം. ദൈവഹിതത്തിന് മുമ്പിൽ സ്വയം സ്വത്വത്തിന്റെ സമഷ്ടിയിൽ തന്നെ പ്രതിഷ്ഠിച്ച കന്യകയിൽ നിന്ന് കളങ്കപ്പെടാത്ത പുതിയ ആരംഭം, കളങ്കപ്പെടാത്ത പുതിയ മനുഷ്യവംശം ആരംഭിക്കുന്നു. പുതിയ ഒരു സൃഷ്ടി സംഭവിക്കുകയാണ്. അത് മറിയം എന്ന മനുഷ്യ സൃഷ്ടിയുടെ സ്വതന്ത്രമായ സമ്മതത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നു. മറിയത്തിന്റെ സമ്മതം വേണം. ഭൗതിക ലോകത്തില് ദൈവം നേരിട്ട് ഇടപെട്ട 2 നിമിഷങ്ങളുണ്ട് യേശുവിന്റെ ജീവിതത്തില്. ഭൗതിക ലോകത്തിൽ ദൈവം നേരിട്ട് ഇടപെട്ട 2 നിമിഷങ്ങളുണ്ട് യേശുവിന്റെ ജീവിതത്തില്. കന്യകയിൽ നിന്നുള്ള ജനനവും കല്ലറയിൽ നിന്നുള്ള ഉത്ഥാനവും. ആ കുഴിമാടത്തിൽ യേശു തുടർന്നും അവശേഷിച്ചില്ല, അഴിഞ്ഞുമില്ല. ആധുനിക മനസ്സിന് ഈ 2 നിമിഷങ്ങളും ഇടർച്ചയാണ്. അവർ പറയുന്നത് ആത്മീയ തലത്തിൽ മാത്രമേ ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റൂ എന്നാണ്. പദാർത്ഥത്തിന്റെ തലത്തില്, ഭൗതിക തലത്തിൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റില്ല അത്രേ. അങ്ങനെ ഭൗതിക തലത്തിൽ പ്രവർത്തിക്കാൻ പറ്റാത്തൊരു ദൈവമായിരിക്കുമോ? പദാർത്ഥത്തിന്റെ തലത്തില്, ഭൗതിക തലത്തിൽ ദൈവത്തിന് കൈകടത്താൻ പറ്റില്ലെങ്കിൽ ആ ദൈവമായിരിക്കുമോ? ഇവിടെ ബൈബിള് പറയുന്നത് പദാർത്ഥത്തിലെ ഭൗതിക പ്രപഞ്ചത്തിൽ ദൈവം ഇടപെട്ടു എന്നാണ്. ആ 2 ഇടപെട്ട നിമിഷങ്ങളാണ് കന്യകയുടെ ഗർഭധാരണവും മനുഷ്യാവതാരം, മറ്റൊന്ന് യേശുവിന്റെ ഉത്ഥാനവും. ദൈവം ഭൗതിക ലോകത്തിന്റെ അതല്ല എന്ന് വാദിക്കുന്നവരുടെ അതിന് വിപരീതമായിട്ടാണ് മത്തായും ലൂക്കായും എഴുതി വെച്ചിരിക്കുന്നത്. ദൈവം ദൈവമാണ്. അവൻ വെറുതെ ഒരു ആശയങ്ങളുടെ ലോകത്തോ ആധ്യാത്മിക ലോകത്തോ മാത്രം പ്രവർത്തിക്കുന്നവനല്ല. ദൈവമാണ് ഉടയ തമ്പുരാൻ, അവനാണ് ജഗന്നാഥാവ്. ഭൗതിക പിണ്ഡത്തിന്റെയും ഉടമയാണോ അവൻ? ഇതിന് ഉത്തരം ഇല്ലേ അതെ എന്നാണെങ്കിൽ കന്യയുടെ ഗർഭധാരണം വളരെ യുക്തിഭദ്രമാണ്. യുക്തി രഹിതമോ വൈരുദ്ധ്യമോ അവിടെ ഇല്ല. പ്രസാദാത്മകമായ കാര്യമാണ് അവിടെ പറയുന്നത്. ഞാൻ മുൻപ് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള കാര്യം ഒന്നുകൂടി ആവർത്തിക്കുക. ഇപ്പം നമ്മുടെ നാട്ടിൽ ഈ പരിണാമ സിദ്ധാന്തം പഠിപ്പിക്കണമെന്ന് കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നുണ്ട്. വേണ്ട എന്ന് BJP തുടങ്ങിയുള്ള കേന്ദ്ര ഗവൺമെന്റും പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകാർ ഈ പരിണാമ സിദ്ധാന്തം പഠിപ്പിക്കുന്നത് പറയണേ? അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ദൈവവിശ്വാസികളല്ല. അപ്പോൾ മനുഷ്യൻ ദൈവത്തിന്റെ ഛായ അല്ല. അവർക്ക് ഒരു മൃഗം, മറ്റൊരു മൃഗം, അത് തെളിയിക്കാൻ അല്ലെങ്കിൽ അത് സ്ഥാപിക്കാൻ വേണ്ടിയാണ് പരിണാമ സിദ്ധാന്തം സ്കൂളുകളിൽ പഠിപ്പിക്കണമെന്ന് കമ്മ്യൂണിസ്റ്റുകാർ പറയണേ. അതായത് കമ്മ്യൂണിസ്റ്റുകാർക്ക് ദൈവവിശ്വാസം ഇല്ലാത്തത് കൊണ്ട്, ദൈവഛായയിലാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടതെന്നോ ദൈവം പിതാവാണെന്നോ അവർ പഠിപ്പിക്കാത്തത് കൊണ്ടും അവർ വിശ്വസിക്കാത്തത് കൊണ്ടും മനുഷ്യൻ മറ്റൊരു മൃഗമാണെന്ന് പഠിപ്പിക്കുന്ന പരിണാമ സിദ്ധാന്തം ശാസ്ത്ര സത്യം എന്നാണ് അവർ പറയണേ. സത്യേ ഒരു പ്രപ്പോസലാണിത്, ഒരു പ്രപ്പോസൽ, തെളിയിക്കപ്പെടാത്ത ഒരു പ്രപ്പോസല്. ശാസ്ത്ര സത്യമൊന്നും അല്ലത്, ഒരു പ്രപ്പോസല്. അത് പഠിപ്പിക്കണമെന്ന് വിചാരിക്കണം. ഈ ദൈവവിശ്വാസികൾ അത് ശരിയാ, നല്ല സിദ്ധാന്തമല്ല, അതുകൊണ്ട് പഠിപ്പിക്കേണ്ട എന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇതിൻ്റെ ഈ പഠിപ്പിച്ചാലും പഠിപ്പിച്ചില്ലെങ്കിലും അതിൻ്റെ ഒരു പോസിറ്റീവ് ആസ്പെക്ട് ഞാൻ പറയാം. പഠിപ്പിച്ചെന്ന് വിചാരിക്കുക, നമ്മുടെ കലാലയം പഠിപ്പിച്ചെന്ന് വിചാരിക്കുക, നമുക്ക് അവർ ശാസ്ത്രം എന്ന് പറഞ്ഞിട്ടാണ് പഠിപ്പിക്കണേ. അങ്ങനെയെങ്കിൽ നമുക്ക് കന്യകയുടെ ഗർഭധാരണം പഠിപ്പിക്കാൻ ഇവർ ശാസ്ത്രം എന്ന് പറയുന്ന ആ കാര്യത്തിനകത്ത് ഒരു സൂചനയുണ്ട്. എന്താണ്? പരിണാമ സിദ്ധാന്തം അനുസരിച്ച്
ഞാൻ ആ പരിണാമ സിദ്ധാന്തം അംഗീകരിക്കുന്ന ആളല്ല. പക്ഷെ അങ്ങനെ അംഗീകരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് വേണ്ടി ഞാൻ പറയാം, ഈ സിദ്ധാന്തം അനുസരിച്ച് ആദ്യത്തെ മനുഷ്യന് മാനുഷിക പിതാവില്ല. ഉണ്ടോ? ചാൾസ് ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം അനുസരിച്ച് ആദ്യത്തെ മനുഷ്യന് മാനുഷിക പിതാവ് ഉണ്ടോ? ഇല്ല. ഇത് ഒരു ഉദാഹരണം. ഈ ഒരു ഉദാഹരണം അവസാനത്തെ മനുഷ്യനായി യേശുവിന്റെ കാര്യത്തിൽ അപ്ലൈ ചെയ്ത് നോക്കിയാൽ ആദ്യത്തെ മനുഷ്യന് മാനുഷിക പിതാവില്ല. അതാണ് പരിണാമ സിദ്ധാന്തം പറയണേ. ഈ ഒരു ഉദാഹരണം അവസാനത്തേക്ക് അപ്ലൈ ചെയ്യൂ. യേശുവിന് മാനുഷിക പിതാവില്ല. അതിലെന്താണ് അശാസ്ത്രീയമായിട്ടുള്ളത്? പരിണാമ സിദ്ധാന്തം ശാസ്ത്രീയമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിൽ പറയുന്നത് ആദ്യത്തെ മനുഷ്യന് മാനുഷിക പിതാവില്ലായിരുന്നു എന്നാണ്. ആ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞല്ലോ, ശാസ്ത്ര സത്യമൊന്നും അല്ലത്, എന്നാൽ ഉദാഹരണമായിട്ട് നമുക്ക് എടുക്കാമെങ്കിൽ അത് യേശുവിലേക്ക് അപ്ലൈ ചെയ്തേ. അവസാനത്തെ മനുഷ്യൻ യേശു മാനുഷിക പിതാവില്ലാതെ ജനിക്കുന്നു. അതിൽ എന്ത് അശാസ്ത്രതയാണ് ഉള്ളത്? കമ്മ്യൂണിസ്റ്റുകാരോട് ഞാൻ ചോദിക്കണേ. നിങ്ങൾ വിചാരിക്കുന്ന പരിണാമ സിദ്ധാന്തം അനുസരിച്ച് മാനുഷിക പിതാവില്ലാതെ മനുഷ്യൻ ജനിക്കാമെങ്കിൽ എന്തുകൊണ്ട് മാനുഷിക പിതാവില്ലാതെ മാനുഷിക പിതാവില്ലാതെ അവസാനത്തെ മനുഷ്യന് ജനിക്കാൻ പറ്റിയില്ല? കന്യകയിൽ നിന്ന് ജനിക്കാൻ പറ്റില്ല? അതിലെന്ത് അശാസ്ത്രീയതയുള്ളത്? ഒരു അശാസ്ത്രീയതയുമില്ല. ദൈവം ഇടപെട്ടു എന്നുള്ളതാണ്. പദാർത്ഥത്തിലും ഭൗതിക ലോകത്തും ദൈവം ഇടപെട്ടു. അവൻ ഉടയ തമ്പുരാനാണ്, അവനത് ചെയ്യാൻ പറ്റും. ആ സംഗതിയാണ് മത്തായി എഴുതി വെച്ചിരിക്കുന്നത്. അല്ലാണ്ട് ഒരു പുരാണോ ഐതിഹ്യമോ ഒന്നുമല്ല. ദൈവം പദാർത്ഥത്തിൽ ഇടപെട്ടു. അവന്റെ സർഗശക്തി കൊണ്ട്, സർഗാത്മക ശക്തി കൊണ്ട്, എന്താ പറയാ, കരുത്തുള്ള വചനം കൊണ്ട്, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച കരുത്തുള്ള വചനം കൊണ്ട്, ആ വചനത്തിന് മറിയം വിശ്വാസത്തിന്റെ വാതിൽ തുറന്നു കൊടുത്തപ്പോൾ, അനുസരണത്തിന്റെ വാതിൽ തുറന്നു കൊടുത്തപ്പോൾ, ആ അനുസരണത്തിലൂടെ മറിയത്തിൽ പ്രവർത്തിച്ചു. ലളിതമായ കാര്യം, എന്നാൽ പ്രപഞ്ച സൃഷ്ടിയേക്കാൾ വലിയ അത്ഭുതമാണിത്. പ്രപഞ്ചത്തെ സൃഷ്ടിക്കാൻ ദൈവത്തിന് ആരുടെ അനുവാദം വേണ്ടായിരുന്നു? ഇവിടെ മറിയത്തിന് അനുവാദം വേണമായിരുന്നു. അപ്പോൾ പ്രപഞ്ച സൃഷ്ടിയേക്കാളും വലിയൊരു സംഗതിയാണ് ഇവിടെ സംഭവിച്ചത്. അതാണ് കന്യകയുടെ ഗർഭധാരണം. ചുരുക്കത്തില് എല്ലാ ചരാചരങ്ങളെയും ചൂഴ്ന്നു നിൽക്കുന്ന ദൈവത്തിന്റെ സർഗശക്തിയാണ് മത്തായി ഇവിടെ പ്രതിപാദിക്കുന്നത്. ഈ അർത്ഥത്തില്, അതായത് കന്യകയിൽ നിന്നുള്ള ജനനവും കല്ലറിൽ നിന്നുള്ള ഉത്ഥാനവും വിശ്വാസത്തിന്റെ മൂലക്കല്ലുകളാണ്. ക്രൈസ്തവ വിശ്വാസത്തിന് മൂലക്കല്ലുകൾ. ഭൗതിക പിണ്ടത്തിന് മേലും ഭൗതിക ലോകത്തിന് മേലും ദൈവത്തിന് ശക്തിബലങ്ങൾ ഇല്ലെങ്കിൽ അവൻ ദൈവമല്ല. എന്നാൽ നമുക്കറിയാം അവന് ശക്തിയും അധികാരവുമുണ്ട്, ബലമുണ്ട്. പ്രപഞ്ച സൃഷ്ടിയേക്കാൾ ഉയർന്നതായ ഒരു മഹാത്ഭുതമാണ് കന്യകയുടെ ഗർഭധാരണം. പ്രപഞ്ചത്തെ സൃഷ്ടിക്കാൻ ദൈവത്തിന് ആരുടെയും അനുവാദം ആവശ്യമായിരുന്നില്ല. എന്നാൽ മനുഷ്യനാകാൻ ഒരു കന്യകയുടെ അനുവാദം വേണമായിരുന്നു. അങ്ങനെ സർവശക്തനായ ദൈവം കന്യകയുടെ ഗർഭധാരണത്തിലൂടെയും യേശുക്രിസ്തു ഉത്ഥാനത്തിലൂടെയും പുതിയ സൃഷ്ടിയെ നമുക്ക് പരിചയപ്പെടുത്തിയിരിക്കുന്നു. സ്രഷ്ടാവ് എന്ന നിലയിൽ അവൻ രക്ഷകനുമാണ്. അതിനാൽ യേശുക്രിസ്തു കന്യകാമരത്തിൽ നിന്നും ഉരുവായതും അവളിൽ നിന്ന് ജനിച്ചതും നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാന ഘടകമാണ്, പ്രത്യാശയുടെ ഭാവദീപ്തമായ ചിഹ്നവുമാണ്. നസറത്ത് യേശു 3-ാമത്തെ വാള്യം ബെനഡിക്ട് മാർപ്പാപ്പ എഴുതിയത് മലയാളത്തിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വായിക്കാം.